ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്, എന്നെ കേൾക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഹലോ, യെസ്, വളരെ കൃത്യമായി ഉത്തരം നൽകി. നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പരസ്പരം കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, നല്ല ചോദ്യോത്തരം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായി. വളരെ സന്തോഷം, വളരെ സന്തോഷം. ഓക്കെ, ഇങ്ങനെ നെറ്റ് ഈ സമയം എല്ലാവരും സ്കൂളുകളും അതുപോലെ തന്നെ CBSE സ്കൂളുകളും കോളേജുകളും എല്ലാവരും ഇപ്പോൾ ഈ അവധി ദിവസം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പീക്ക് ടൈമിലാണ് നമ്മളും ഇത് വച്ചത്. ഇനിയുള്ള മീറ്റിങ്ങുകൾ എന്തായാലും നമുക്ക് വല്ല ബുധനാഴ്ചയോ ആർക്കും ആവശ്യമില്ലാത്ത ചൊവ്വാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ നമുക്ക് വെക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ഓണബിൾ ആണല്ലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, എന്തായാലും അപ്പൊ പറഞ്ഞത് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങളുടെ സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് പോയി സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എല്ലാവരും നിർബന്ധമായും കാണുക. അത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്റ്റുഡന്റ് സ്റ്റാറ്റസ്, അതില് ലെഫ്റ്റ് സൈഡിലുള്ളത് കൂടാണ്ട് താഴെ, ഏറ്റവും താഴെ വലതുഭാഗത്ത് താഴെ ആദ്യമായിട്ട് നിങ്ങളുടെ എല്ലാ കോഴ്സസും എഴുതി വെച്ചിട്ടുണ്ടാവും. അതാണ് ആയിഷയുടെ നേരത്തെ സംശയം. BCom എന്റെ പേപ്പർ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചില്ലേ ആയിഷ? എല്ലാ പേപ്പേഴ്സും അതിന്റെ അകത്തും ഉണ്ടാവും. അത് നിർബന്ധമായിട്ടും എല്ലാവരും കുറിച്ചെടുക്കുക. പേപ്പറില് പേനയില് കുറിച്ചെടുക്കുക, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ സ്ക്രീൻഷോട്ടില് വേണമെങ്കിൽ നോട്ട് ഉപയോഗിച്ച് നിങ്ങൾ എഡിറ്റ് ചെയ്യുമല്ലോ, അത് ടിക്ക് ചെയ്യുക. അല്ലെങ്കിൽ പേപ്പറിൽ പ്രിന്റ് ഔട്ട് എടുത്തതിൽ ടിക്ക് ചെയ്ത് വെക്കുക. അധികപക്ഷവും 8 ആണോ 9 ആണോ 10 ആണോ 6 ആണോ എന്ന് ഞാൻ ഇപ്പൊ പറയാത്തത് നിങ്ങൾക്ക് ആ അനുഭവം കിട്ടിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. എന്റെ മുമ്പിൽ ഇപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് പറയാൻ പറ്റും, പക്ഷെ ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുന്നത് നിങ്ങളിലെ ഒരു പഠനാനുഭവം ഉണ്ടാകട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പൊ അതിന് ആ കോഴ്സ് കോഡുകളെല്ലാം മനസ്സിലായതില് 2 നിറത്തില്, ഒരു ഇളം മഞ്ഞ നിറത്തിലും ഇളം നീല നിറത്തിലും 2 തരം പേപ്പേഴ്സ് ഉണ്ടാവും. അതില് ചിലത് എലക്റ്റീവ് പേപ്പേഴ്സ് ആണ്, ചിലത് ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ്. ഓപ്ഷണൽ പേപ്പർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. എലക്റ്റീവ് പേപ്പർ കമ്പൽസറി പേപ്പർ ആണ്. ഇഗ്നോ ഉപയോഗിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്. ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി കമ്പൽസറി പേപ്പർ എന്ന് പറയും. അത് ഇഗ്നോ ഉപയോഗിക്കുന്ന വാക്ക് എലക്റ്റീവ് എന്നുള്ളതാണ്. ഇഗ്നോ പറയുന്ന വാക്കെല്ലാം തന്നെ UGCയുടെ വാക്കുകളാണ്. UGC ഉപയോഗിക്കുന്ന വാക്കെല്ലാം ഇഗ്നോയിലെ വാക്കുകളാണ്, ഒരു ഫ്രേസ് ആണ്. ഓക്കെ, ഇനി അതിന്റെ ചുവട്ടില്, അതിന്റെ തൊട്ട് ചുവട്ടിൽ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് ഒന്ന് എഴുതിയെടുത്തോളൂ. സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ്. അപ്പൊ നിങ്ങൾക്ക് എത്ര പേപ്പർ വന്നിട്ടുണ്ട്, എത്ര ബുക്ക് വന്നിട്ടുണ്ട്, ഇനി എത്ര ബുക്ക് വരേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ലിങ്ക് കൃത്യമായി അതിന്റെ അകത്ത് കിട്ടും. 8 വന്നിട്ടുണ്ടെങ്കിൽ 8 ഉള്ളൂ എന്ന് കരുതിക്കോളൂ. എന്നാലും ആ സ്റ്റുഡന്റ് സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യും. ഓക്കെ, അത് എത്ര എണ്ണം ഉണ്ട് എന്ന് ഞാൻ വാക്കാൽ പറയുന്നില്ല. അതിന് 2 തരം കോഴ്സ് ഉണ്ട്. ഒന്ന് 132 ക്രെഡിറ്റും മറ്റൊന്ന് 148 ക്രെഡിറ്റും ഉള്ളതുണ്ട്. ഫസ്റ്റ് ഇയർ പേപ്പറും സെക്കൻഡ് ഇയർ പേപ്പറും നമുക്ക് ഇഗ്നോയില് മാറ്റി എടുക്കാം. അതാണ് ഈ ഓപ്ഷണൽ പേപ്പറിന്റെ പ്രത്യേകത. ഓക്കെ,
ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന ഒരു BCom G സ്റ്റുഡന്റ് എടുത്ത പേപ്പർ ആകണമെന്നില്ല മറ്റൊരു BCom G സ്റ്റുഡന്റിന്റെ പേപ്പർ. അതാണ് ഇഗ്നോയിലെ പ്രത്യേകത. നമ്മൾ പഠിക്കുന്ന ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റി ആണ് എങ്കിൽ ആ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണോ പേപ്പേഴ്സ് ഉള്ളത് ആ പേപ്പർ തന്നെ നിർബന്ധമായും പഠിച്ചിരിക്കണം. പക്ഷെ ഇഗ്നോ കുറച്ച് എലക്റ്റീവ് പേപ്പേഴ്സും തന്നിട്ട് കുറച്ച് ഓപ്ഷണൽ പേപ്പേഴ്സ് തരുന്നു. നിങ്ങൾ സെലക്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. MBA കാൻഡിഡേറ്റ് ഇതിൻ്റെ അകത്തുണ്ടല്ലോ. MBA അവർക്കൊക്കെ ഇത് ബാധകമാണ്. PG സ്റ്റുഡന്റിന്, നോർമൽ PG സ്റ്റുഡന്റിന് സെക്കൻഡ് ഇയറിലാണ് ഈ എലക്റ്റീവും ഓപ്ഷണലും വരിക. ഫസ്റ്റ് ഇയർ MA ഇംഗ്ലീഷിനും MA സോഷ്യോളജിക്കൊക്കെ കറക്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് അതുപോലെ തന്നെ ഉണ്ടാവും. സെക്കൻഡ് ഇയറിലാണ് ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ടാവുക. BA സോഷ്യോളജി അങ്ങനെയല്ലേ? BA സോഷ്യോളജി സെക്കൻഡ് ഇയർ ആണോ ഓപ്ഷണൽ? അല്ല, ഫസ്റ്റ് ഇയറിൽ തന്നെ. ഞാൻ പറഞ്ഞത് PGയുടെ കാര്യമാണ്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലോ. ആ വാക്ക് തന്നെ CBCS. എന്താണ് CBCS എന്ന് പറഞ്ഞാൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. അപ്പൊ നിങ്ങളുടെ ക്രെഡിറ്റ് സിസ്റ്റം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയതാണ്? എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയതാണ്? ചോയ്സ് ആണ്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഏതൊക്കെ പേപ്പർ വേണം, സെക്കൻഡ് ഇയറിൽ ഏതൊക്കെ പേപ്പർ വേണം. അതുകൊണ്ട് തന്നെ MNotes-ൽ ഞാൻ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ മിടുക്കരാണ്, നിർബന്ധമായും ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇല്ലേ? 90% യൂട്യൂബേഴ്സും ബ്ലോഗേഴ്സും അതൊരു വലിയ ആനക്കാര്യമായി പറഞ്ഞിട്ട് നിങ്ങളെയൊക്കെ വേറെ ഒരു വഴിയിലേക്ക് തള്ളിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ പരീക്ഷ എഴുതണം എന്നാണ് അപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്നത്. കാരണം ഫസ്റ്റ് ഇയറിലെല്ലാം സിമ്പിൾ ആയിരിക്കും, സെക്കൻഡ് ഇയറിലെ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ആ ബുദ്ധിമുട്ടുള്ളതിനെയാണ് നമുക്ക് ആവറേജ് ആക്കി തരുന്നത്. അപ്പൊ അത് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങൾക്ക് നിങ്ങളുടേത് തീരുമാനിക്കാം. ഞാൻ ഒരിക്കലും തീരുമാനം ഇന്നത് ചെയ്യൂ എന്ന് ഒരിക്കലും പറയില്ല. ഐ എം എ ഡെമോക്രാറ്റിക്. അമേരിക്കൻ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് അല്ലട്ടോ. പറഞ്ഞോളൂ. ഞാൻ BTS എടുത്തതിൽ BHS 11, 12, 13 പിന്നെ TS2, TS1 ആണുള്ളത്. അതെ, ഒരു ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് ഈ പറയുന്ന BTS എന്ന് പറയുന്നത്. ആദ്യത്തെ 6 മാസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് CTS-ന് തുല്യമായിരിക്കും. എന്തിന്? സർട്ടിഫിക്കറ്റ് ഇൻ ടൂറിസം സ്റ്റഡീസ്. അടുത്ത 6 മാസത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ടും കൂടി ചേരുമ്പോൾ DTS-ന് തുല്യമായിരിക്കും. എന്താണ്? ഡിപ്ലോമ ഇൻ ടൂറിസം സ്റ്റഡീസ്. പിന്നെ രണ്ടാമത്തെ കൊല്ലം എടുക്കുമ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ടൂറിസം സ്റ്റഡീസിന് തുല്യമായിട്ടുള്ളതായിരിക്കും. മൂന്നാമത്തെ വർഷം എടുക്കുമ്പോ BTS ആയി തീരും. ആ പ്രത്യേകതയാണ് മോഡുലാർ അപ്രോച്ച്. മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഇത്. മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും ഇല്ലാത്ത പ്രത്യേകതയാണ്. ഇതിനെ മോഡുലാർ അപ്രോച്ച് എന്നാണ് പറയുക. ഇതിലെ MCom സ്റ്റുഡൻസ് എത്ര പേരുണ്ട്? ഒന്ന് മുഖം തരൂ. MCom സ്റ്റുഡൻസ്. MCom. ഓക്കെ, MCom-ല് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠനം പൂർത്തിയാക്കി നിർത്തിയാൽ, MCom-ല് ഫസ്റ്റ് ഇയറിൽ പഠനം പൂർത്തിയാക്കി നിർത്തി എന്ന് കരുതുക, അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെന്റിന്റെ പകുതി പൂർത്തിയാക്കി നിർത്തി എന്ന് കരുതുക. MBA-യിലെ റിയാസ്
പറയൂ സാറേ. ഫസ്റ്റ് ഇയറിലെ പഠനം പൂർത്തിയാക്കി നിർത്തി എന്ന് കരുതുക. മറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? മറ്റ് യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ അത് അതോടുകൂടി തീർന്നു, അത് പോയി, നഷ്ടപ്പെട്ടു. പക്ഷെ ഇഗ്നോയിൽ അങ്ങനെയല്ല, അതുവരെ ഉള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അതിനെ മോഡുലാർ അപ്രോച്ച് എന്നാണ് പറയുക. അതിനെ ലാറ്ററൽ എക്സിറ്റ് എന്നും പറയും. ലാറ്ററൽ എൻട്രി എന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ, അല്ലേ? ലാറ്ററൽ എൻട്രി എന്ന് കേട്ടിട്ടുണ്ട്. അതായത് പോളിടെക്നിക് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി, 3 കൊല്ലത്തെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള കുട്ടി 2ാമത്തെ വർഷം നേരിട്ട് ബിടെക്കിന് ജോയിൻ ചെയ്യുന്നത് ലാറ്ററൽ എൻട്രി വഴിയാണ്. അതുപോലെ ഇഗ്നോ നൽകുന്നതാണ് ലാറ്ററൽ എക്സിറ്റ്. നിങ്ങൾക്ക് പുറത്തേക്ക് ചാടാം, എനിക്ക് ഇത്രയേ കഴിയൂ, മതിയായേ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയാൽ, എംകോം സ്റ്റുഡന്റ് ഫസ്റ്റ് ഇയറോടുകൂടി പുറത്തിറങ്ങിയാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഇപ്പൊ BTS ചെയ്യുന്ന കുട്ടി 1ാമത്തെ വർഷത്തിൽ പുറത്തേക്ക് ഇറങ്ങിയാൽ DTSന്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കയ്യിൽ കിട്ടുക. പക്ഷെ അങ്ങനെ ഞാൻ നിർത്തുന്നു എന്ന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അതിന് ഒരു ചെറിയ ഫീ അടച്ചിട്ട് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കണം. MBA സ്റ്റുഡന്റ് മാജിദ് കേൾക്കുന്നുണ്ടല്ലോ, MBA ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഫസ്റ്റ് ഇയർ കഴിയുമ്പോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ്, നമ്മൾ MBA എന്ന് പറയും, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, നോട്ട് മാനേജ്മെന്റ്, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പോലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നമുക്ക് പുറത്തേക്ക് വരാം. പിന്നീട് 2 കൊല്ലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ MBA പൂർത്തിയാക്കണം എന്ന് തോന്നുന്നു എന്ന് കരുതുക, ആ BTS പൂർത്തിയാക്കണം എന്ന് തോന്നുന്നു എന്ന് കരുതുക, BBARL, അതുപോലെ MCA എടുത്ത കുട്ടിയുടെ PGDCA, MCA എടുത്ത കുട്ടി 1ാമത്തെ വർഷം പുറത്തേക്ക് ഇറങ്ങിയാൽ PGDCA, 2 കൊല്ലം കഴിഞ്ഞ് ആ കുട്ടി പുതിയതായിട്ട് എൻട്രി ചെയ്യാം. എൻട്രി ചെയ്യുമ്പോൾ പുതിയ അഡ്മിഷൻ ഫീ കൊടുത്തതിന് ശേഷം നിലവിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇഗ്നോയുടെ സിലബസിന് തുല്യമായിട്ടുള്ള സംഗതികളാണല്ലോ, അതിനെ റെഗുലറൈസ് ചെയ്ത് കിട്ടുന്നതാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന മെത്തേഡ്. ക്രെഡിറ്റ് ട്രാൻസ്ഫർ, ഒരു കൂട്ടം ക്രെഡിറ്റ് അതിന് തുല്യമായ മറ്റൊരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്ത് ഈ ക്രെഡിറ്റ് ഒക്കെ അതിലേക്ക് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുക. സെൽകോ പ്രസന്റ് ചെയ്യണ്ട, പ്രസന്റ് ചെയ്യുന്നവരെ ഒന്ന് ഓഫ് ചെയ്യുക. ഓക്കെ, പറഞ്ഞോളൂ. ഇനി എന്താണ് അറിയേണ്ടത്? സാറേ ഹലോ. പറഞ്ഞോളൂ. സാർ എന്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ ഇവിടെ തൃശ്ശൂർ കേരള കലാമണ്ഡലം അവിടെയാണ് വീട്. ഞാൻ BBA 2020 ബാച്ചാണ് സാറേ. നമുക്ക് എക്സാം ഇപ്പൊ എനിക്ക് ജനുവരിയിലാണ് വരുന്നത്. നമുക്കിനി സെക്കൻഡ് ഇയർ എക്സാം ഒക്കെ ഇനി ഗൾഫിലേക്കൊക്കെ പോകാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാൻ പറ്റുമോ? നമുക്ക് അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് സാറേ? വളരെ നല്ല ഒരു ചോദ്യമാണ്. ഇഗ്നോയ്ക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു വിങ് ഉണ്ട്. ഇഗ്നോയുടെ കാഴ്ചപ്പാട് തന്നെ ഇന്ത്യൻ ജൂറിസ്ഡിക്ഷൻ വിത്ത് ഇന്റർനാഷണൽ പ്രസൻസ് എന്നാണ്. 34 രാജ്യങ്ങളിലായി ഇഗ്നോയ്ക്ക് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇഗ്നോയ്ക്ക് ഇവിടെ 3000 രൂപ കൊടുക്കുന്ന ഫീ അവിടെ $600 കൊടുക്കണം. $600 എന്ന് പറയുമ്പോ 6 8 48 രൂപ അവിടെ കൊടുക്കണം. ആ 48,000 രൂപ കൊടുത്ത് നിങ്ങൾ അവിടുത്തെ സ്റ്റുഡന്റ് ആകാൻ ശ്രമിക്കുന്നത് നല്ലത്. 2 പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് പരീക്ഷാ സെന്റർ തൃശ്ശൂർ കേരളവർമ്മ കോളേജിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു മുറിയില് റൂം എടുത്ത് തലകുത്തനെ ഇരുന്ന് ഒരാഴ്ച പഠിച്ചിട്ട് പരീക്ഷ എഴുതി വീണ്ടും വീട്ടുകാരെയൊക്കെ കണ്ട് ഒന്ന് സുഖമായിട്ട് ഗൾഫിലേക്ക് പൊക്കോളൂ.
ഓക്കെ സാറേ, മനസ്സിലായി. നമുക്കിങ്ങനെ ലീവ് കിട്ടാത്ത സാഹചര്യം അങ്ങനെയൊക്കെ വരുമല്ലോ. താങ്കൾ ഒരു ചെറിയ കുരുത്തക്കേട് ഒപ്പിച്ചു. ഒരു മൂത്ത ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മൂത്ത കാരണവർ എന്നുള്ളത് കൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. പറഞ്ഞു സാറേ, പറഞ്ഞോളൂ. താങ്കൾ BBARL അങ്ങനെ എടുക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, മനസ്സിലായില്ല സാർ. കാരണം അതിന് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ, അതായത് ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ റിറ്റെയിലിംഗ് എന്ന് പറയുന്നതാണ് പ്രോഗ്രാം. നേരത്തെ ഞാൻ പറഞ്ഞ അതേ മോഡുലാർ അപ്രോച്ചാണ് ഇവിടെ. ആദ്യത്തെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഡിപ്ലോമ ഇൻ റിറ്റെയിലിംഗ്, ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഏതാ BBA ആണല്ലോ ചെയ്യുന്നത്. DBAയുടെ സർട്ടിഫിക്കറ്റ് ഒരു കൊല്ലം കഴിഞ്ഞാൽ കിട്ടണം, DBA. പിന്നെ രണ്ടാമത്തെ കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതായി മാറും. മൂന്നാമത്തെ കൊല്ലമാണ് BBA എന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ പഠനം കാര്യങ്ങൾ വരുന്നത്. അപ്പൊ സ്വാഭാവികമായും ആ മൂന്നാമത്തെ കൊല്ലം കഴിഞ്ഞ ഉടനെ 6 മാസം നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി നല്ല ചത്തുകുത്തി പണിയെടുക്കണം. സൈക്കോളജി സ്റ്റുഡൻസിനും MSc CFT സ്റ്റുഡൻസിന്, BA സൈക്കോളജി സ്റ്റുഡന്റിന് എല്ലാവർക്കും ഉള്ളതാണ് ഇന്റേൺഷിപ്പ്. സാറേ, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളൂ. ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്, ദാക്രി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റില്ല? പറ്റില്ല. കാരണം ഇഗ്നോയ്ക്ക് പറയാനുള്ള അതിന് അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ ഒരു സുന്ദരമായ ഒരു വാഗ്ദാനം തന്നാൽ നിങ്ങൾ വല്ലാണ്ട് മോഹിച്ചു പോകും. പക്ഷെ ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നു, പറ്റില്ല എന്ന. കാരണം അവിടെ ഒരു അക്കാഡമിക് കൗൺസിലറുടെ നേതൃത്വം ഉണ്ടായിരിക്കണം, അഥവാ സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം, അഥവാ ഗൈഡ് ഉണ്ടായിരിക്കണം. ഹോട്ടൽ ഗസാലയിൽ എവിടെ ഗൈഡ്? ഹോട്ടൽ നൂർജഹാൻ പാലക്കാടിൽ എവിടെ ഗൈഡ്? ഒരു ഗൈഡ് എന്ന് പറയുന്നത്, സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലർ 10 കൊല്ലത്തിൽ കൂടുതൽ വിവിധങ്ങളായ കോളേജുകളിൽ പഠിപ്പിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള മഹത്തായ ഒരു അധ്യാപകനാണ്. ആ ഒരു അധ്യാപകന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓർക്കുക, ഇഗ്നോ കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റിക്കാണ് A++ അംഗീകാരമുള്ളത്? ആരെങ്കിലും ഈ ഗ്രൂപ്പിൽ പറയൂ പ്ലീസ്. ഇപ്പൊ നെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാം. ഇതിലെ മിടുമിടുക്കർ ഇതിന്റെ അകത്തുണ്ട് കേട്ടോ, എനിക്കറിയാം. മിടുമിടുക്കർ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു ഉടൻ തന്നെ CU മാത്രം അടിച്ചാൽ മതി. CU, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. അതിന്റെ ചുവട്ടിൽ ഗ്രേഡ് കാണും. അടുത്ത ഒരു യൂണിവേഴ്സിറ്റി ഗ്രേഡ് കാണും. അടുത്ത ഒരു യൂണിവേഴ്സിറ്റി ഗ്രേഡ് കാണും. ഓക്കെ, അത് കൃത്യമായിട്ട് നോക്കിയാൽ ഏത് യൂണിവേഴ്സിറ്റിക്കാണ് A++ അംഗീകാരമുള്ളത്? പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അതുപോലെ BSWGK ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു 10 മിനിറ്റിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് പിന്നെ ഞാൻ പറവറേ ചറചറേ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ നെറ്റൊക്കെ നന്നായിട്ട് ഉള്ള സമയമായതുകൊണ്ട്. ഓക്കെ, ഇനി പെട്ടെന്ന് അടുത്ത ചോദ്യം വരട്ടെ. പേര് പറഞ്ഞിട്ട് പറയൂ. ഹലോ, പറയൂ. ജൂലൈ ബാച്ച് എന്നാ ക്ലാസ് തുടങ്ങാൻ? സത്യത്തിൽ മാഡം ഇന്നത്തെ വീഡിയോയിൽ അടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. 10 കൊല്ലം മുമ്പേ തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പ് ഞങ്ങൾ പുറപ്പെട്ടു, വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാം എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സിനിമയുണ്ടല്ലോ, അല്ലേ? ഞങ്ങൾ വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാം എന്ന് പറഞ്ഞതുപോലെ ഇഗ്നോയിലെ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി വി ആർ ഗെറ്റിംഗ്. താങ്കൾക്ക് എന്താണ് ക്ലാസ് കിട്ടേണ്ടത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം. സ്റ്റഡി മെറ്റീരിയൽസ് വായിച്ചോ?
അൺലിമിറ്റഡ് കിട്ടിയിട്ടില്ല സാർ. വേണ്ട, ജൂലൈ അതിനാണ് സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യാൻ. എത്ര വീഡിയോസിൽ എം നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ ആ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല. ആവും. ഈ ഗ്യാൻ ഘോഷ് അതിന് കിട്ടുന്നില്ല സാർ. കിട്ടും. ഈ ഗ്യാൻ ഘോഷിൽ സുഖമായിട്ട് കിട്ടുന്നതിന് മുമ്പ് എല്ലാവരും പേന കയ്യിലെടുത്തോളൂ, പേപ്പറിൽ എഴുതിക്കോളൂ. KNOW, നോ മൈ സ്കൂൾ. നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യോത്തര പങ്ക്തിയാണ് വേണ്ടത്. നോ മൈ സ്കൂൾ, എന്റെ സ്കൂൾ അറിയണം. ഇഗ്നോ ഉപയോഗിക്കുന്ന സ്കൂൾ എന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? റീജിയണൽ സെന്റർ ആണോ സാർ? അല്ല 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 നമ്മൾ കോളേജിലെ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്, മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സയൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ ഉള്ളതാണ് നമ്മുടെ സ്കൂൾ. സ്കൂൾ ഓഫ് ആർട്സ്, സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ്, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ, സ്കൂൾ ഓഫ് ലോ, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. ഇങ്ങനെ ഒരു കൂട്ടം സ്കൂൾ. നിങ്ങളുടെ സ്കൂൾ ഏത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഒന്ന് കൈവെക്കൂ, അല്ലെങ്കിൽ ഒന്ന് കൈ ചിഹ്നം തരൂ. യെസ്, സ്കൂൾ അറിഞ്ഞിരിക്കണം. സ്കൂൾ അറിയാൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ പ്രോസ്പെക്ടസ് ഒന്നും കൂടി എഴുതിയെടുത്തോളൂ. പ്രോസ്പെക്ടസ് നിർബന്ധമായും പ്രോസ്പെക്ടസ് എടുക്കണം. ആ പ്രോസ്പെക്ടസില് പഴയകാല പ്രോസ്പെക്ടസ് ആണ് കേട്ടോ ഇത്. പഴയകാല പ്രോസ്പെക്ടസ്. ഓക്കെ, പഴയകാല പ്രോസ്പെക്ടസില് കൃത്യമായി അതിൽ പറയുന്നുണ്ട്, നീല അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. നീല അക്ഷരത്തിൽ പഴയകാല, ഇപ്പോഴും പ്രോസ്പെക്ടസ് ഇങ്ങനെ തന്നെയാണ്. സോഫ്റ്റ് കോപ്പിയിൽ കിട്ടുമ്പോ നീല അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും സ്കൂൾ ഏതാണ് എന്ന്. സ്കൂൾ ഏതാണ് എന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിർബന്ധമായും സ്കൂൾ അറിയണം അപ്പോൾ നിങ്ങൾ ഈ ഗ്യാൻ ഘോഷ് ലിങ്കിലേക്ക് പോയാൽ, ഓക്കെ, ഈ ഗ്യാൻ ഘോഷ് ലിങ്കിലേക്ക് പോയാൽ ഏത് സ്കൂൾ എന്നാണ് ചോദിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതിലേക്ക് തന്നെ വീണ്ടും ഞാൻ പോകട്ടെ. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഏതാണ്? സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഉണ്ടല്ലോ, സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്. ആ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസിലെ ആദ്യം എന്തുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്? പേര്, മറ്റ് ഡീറ്റെയിൽസ്. അതിനുശേഷം താഴെ ഉള്ളതില് കോഴ്സസ്, നമ്മുടെ കോഴ്സ്, സെമസ്റ്റർ, ഇയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ചുവട്ടില് എന്താണ് ഉള്ളത് എന്ന് പറഞ്ഞത്? നിങ്ങളുടെ ബുക്കിന്റെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ചുവട്ടില് കംപ്ലൈന്റ് എന്നുള്ളത് ഒന്നുണ്ട്, ഗ്രീവിയൻസസ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ, പക്ഷെ ഇപ്പൊ തന്നെ തിടുക്കം വെച്ച് കംപ്ലൈന്റ് അയച്ച് സ്വയം വഷളാകണ്ട. സ്വയം വഷളാകണ്ട എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം അഡ്മിഷൻ ഇനിയും ക്ലോസ് ആയിട്ടില്ല. ഒരു മിടുക്കൻ എന്നോട് പറഞ്ഞത്, ഇത് എന്ന് തീരും എന്നാണ് ചോദിച്ചത്. ഇതിങ്ങനെ പടക്കം പൊട്ടിയതുപോലെ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇത് എന്ന് തീരും? ഇന്നത്തെ ഏറ്റവും പുതിയ എന്റെ വീഡിയോയിൽ പറഞ്ഞല്ലോ, UGCയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ്. ഇപ്പോഴും നമ്മളുടെ കേരളത്തിലെ ചില യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടില്ല. ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നത് ഇപ്പോഴും അവിടെ പൂട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഇത് ഉള്ളത് കൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു കൈത്താങ്ങുള്ളത്. ഈ നല്ല ഞായറാഴ്ച നമ്മൾ ഇത്ര പേര് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ശബ്ദിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോ അങ്ങനെയുള്ള ഈ സന്ദർഭത്തില് ഇപ്പൊ നിങ്ങൾ തിടുക്കപ്പെട്ട് ഗ്രീവിയൻസ് ഒന്നും കൊടുക്കരുത്, പരാതികളൊന്നും കൊടുക്കരുത്. പരാതികൾ കൊടുക്കാൻ 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി. പരീക്ഷയ്ക്ക് മുമ്പ് ഇതൊക്കെ കിട്ടിയാൽ മതി. 2 മാസം ഉണ്ടായാൽ ധാരാളം.
അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു മേഡം പറഞ്ഞതുപോലെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക. സ്റ്റഡി മെറ്റീരിയൽ സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യുക. സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്യുമ്പോൾ യൂണിറ്റ് വൈസ് ഡൗൺലോഡ് ചെയ്യരുത്, ബ്ലോക്ക് വൈസ് ഡൗൺലോഡ് എഴുതിയെടുത്തോളൂ. ബ്ലോക്ക് വൈസ് ഡൗൺലോഡ്. കാരണം നിങ്ങൾക്ക് 50 പേരുള്ള ഒരു ഗ്രൂപ്പാണോ ഇഷ്ടം, 5 പേരുള്ള ഒരു ഗ്രൂപ്പാണോ ഇഷ്ടം? ചിലർക്ക് 50 ചിലർക്ക് 50. സാധാരണഗതിയില് നമ്മളെ 2ാം ക്ലാസ് മുതൽ കണക്കില് നിർദ്ധാരണം ചെയ്യുക, സോൾവ് ദി പ്രോബ്ലംസ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? ലഘൂകരിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ കണക്കില്? പ്രശ്നങ്ങളെ ജീവിതത്തിൽ എപ്പോഴും ലഘൂകരിക്കണം. അവിടെ തന്നെ ചോദ്യമുള്ളത്, ചില കണക്ക് ടീച്ചർമാരുടെ ഒരു വിദ്യ ഞാൻ പറഞ്ഞു തരാം. 45 × 34 × 68 ഡിവൈഡഡ് ബൈ 53 × 78 × 65. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്ന് കരുതുക. സാധാരണഗതിയിൽ ഞാനൊക്കെ പൊതുഘടകം കൊണ്ട് വെട്ടി ചെറുതാക്കി അവസാനം 4/11. അപ്പൊ 4നെ 11 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ 0.3 സംതിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉത്തരം പറയും. ഇവരെന്ത് ചെയ്യും? ചിലര് ഈ മുകളിലുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഇട്ട് പെരുപ്പിക്കും. 45 × 38 × 65 എന്നുള്ളതിനെ വലിയ ഒരു പെരുപ്പിക്കും. പിന്നെ അടുത്തത് മറ്റൊരു പെരുപ്പിക്കും. എന്നിട്ട് ഈ 2680നെ 6325 കൊണ്ട് വലുതിനെ വലിയ കല്ല് കൊണ്ട് അടിക്കാൻ നോക്കൂ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ലഘൂകരിക്കണം. കോമൺ ഫാക്ടർ കൊണ്ട് ലഘൂകരിക്കണം. എന്നിട്ട് ഏറ്റവും ചെറുത് കിട്ടും. അപ്പൊ 4/11. 40 എന്നുള്ളതിന് 11 3 പ്രാവശ്യം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ 0.33 എന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞത്. ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. അപ്പൊ ജീവിതം മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? ലഘൂകരിക്കണം. പക്ഷെ നമ്മൾ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് കൂട്ടിവെച്ചിട്ട് പിന്നെ വലിയ ഒരു പ്രശ്നത്തെ മറ്റൊരു പ്രശ്നം കൊണ്ട് എതിരിടും. അത് വലിയ മുഷ്കിൽ ഉണ്ടാക്കും, ബുദ്ധിമുട്ടും ഉണ്ടാക്കും. അപ്പൊ അത് ചെയ്യരുത്. അപ്പൊ നമ്മൾ ലഘൂകരിച്ച് വിഷയത്തിലേക്ക് പോവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളുടെ എല്ലാ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അടുത്ത ലിങ്കാണ് ഇനി ഞാൻ പറഞ്ഞു വരുന്നത്. ഇടതുഭാഗത്ത്, നേരത്തെ വലതുഭാഗത്ത് ചുവട്ടിലാണല്ലോ പറഞ്ഞത്, ഇടതുഭാഗത്ത് ചുവട്ടില് ഡൗൺലോഡ്സ് ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡൗൺലോഡ്സ്, അസൈൻമെന്റ്സ് വേണ്ടേ? അവിടെ ആ ഒറ്റ ലിങ്കിൽ പോയാൽ എല്ലാം കിട്ടും. അസൈൻമെന്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഒരു കൊല്ലത്തിൽ എത്ര പ്രാവശ്യമാണ് പരീക്ഷ? 2 പ്രാവശ്യമാണ് പരീക്ഷ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കൂൾ ഏതാണെന്ന് അറിഞ്ഞിട്ട് വേണം ചോദ്യ പേപ്പർ ഡൗൺലോഡ് ചെയ്യാൻ. 99% പ്രോഗ്രാമും ബൈലിംഗലാണ്, ദ്വിഭാഷയാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവും. പക്ഷെ അത് ഒരു കണക്കില് നല്ലതാണ് കേട്ടോ. നമ്മൾ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിക്കുന്നവരാണല്ലോ മലയാളീസ്. ചില ഇംഗ്ലീഷ് പദം നമുക്ക് അറിയില്ല, ചില ഇംഗ്ലീഷ് പദങ്ങൾ നമുക്ക് അറിയില്ല. അപ്പൊ ഹിന്ദി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അത് ചിലപ്പോൾ ക്ലിക്ക് ചെയ്തു എന്നിരിക്കും. ചില വാക്ക് അറിയാത്ത ചില വാക്ക് ഈ ബൈലിംഗൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകുന്നത് നല്ലതാണ്. എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. മദ്രാസിലെ ഡയറക്റ്റ് ആയിട്ട് MEd ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ തമിഴിലും ഇംഗ്ലീഷിലും ചേർന്നിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. തമിഴ് എനിക്ക് നன்றாக பேச தெரியும், எழுத தெரியும், திருக்குறள் மிக நன்றாக நான் கூறுவேன், തൊട്ടണൈത്ത് ഊറും മണർക്കേണി മാന്തർക്ക് കറ്റണൈത്ത് ഊറും അറിവ്. ആഴത്തിൽ കുഴിക്കും തോറും നിർഗമിക്കുന്ന അമൂല്യമായ ഒരു ഉറവ പോലെയാണ് ജ്ഞാനം അഥവാ നോളജ് എന്ന് പറയുന്നത്, അറിവ്. ഓക്കെ, അതൊരു തിരുക്കുറലാണ്. അതുപോലെ എനിക്ക് തമിഴ് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം. അതിലെ ഒരു വാക്ക് എന്നെ വളരെ സഹായിച്ചു. നമ്മളെല്ലാവരും ഇംഗ്ലീഷിൽ ജനിച്ചവരല്ലല്ലോ. ജീവിതം കൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷ് കൊണ്ട് നമ്മൾ തട്ടിപ്പൊട്ടി ജീവിച്ചു പോവുകയല്ലേ, അല്ലെ? അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. അപ്പൊ ബൈലിംഗൽ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ സ്വാഭാവികമായും ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ സെലക്ട് ചെയ്താലും അതിൽ ഇംഗ്ലീഷിലും ഉണ്ടാവും
ഹിന്ദിയിലും ഉണ്ടാവും. പ്രിന്റ് എടുക്കുമ്പോൾ മാത്രം നമ്മൾ നമ്മുടെ പിശുക്ക് കാണിക്കുക. ഓക്കെ, എക്കണോമൈസിങ് മീൻസ് ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ, നോട്ട് മിസറി. പിശുക്കല്ല, ദാരിദ്ര്യമല്ല. എക്കണോമൈസിങ് മീൻസ് ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ. ലഭ്യമായ വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവങ്ങൾ നമ്മൾ ഏറ്റവും നല്ല രീതി, അതും ദ ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ ആണ്. എ എന്ന മെത്തേഡിലും ചെയ്യാം, ബി എന്ന മെത്തേഡിലും ചെയ്യാം, സി എന്ന മെത്തേഡിലും ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്കും സിയിലേക്കും പോകാനുള്ള ആ നല്ല ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ആൾട്ടർനേറ്റീവ് ചോയ്സസ് ഉള്ളത്. ആ ആൾട്ടർനേറ്റീവ് ചോയ്സസ് ഉള്ളതായിരിക്കും എക്കണോമൈസിങ് എന്നാണ്. അല്ലാണ്ട് പിശുക്കല്ല എക്കണോമിക്സ് ടീച്ചർ നമ്മെ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ കണക്കും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടി, സൈക്കോളജിയും കുറച്ച് കിട്ടി, എക്കണോമിക്സും കിട്ടി. ഇനി എന്താണ് വേണ്ടത് ചോദിച്ചോളൂ ഒരാൾ. മിസ് സുനിത പറഞ്ഞോളൂ. മിസ് സുനിത പറഞ്ഞോളൂ. സാർ പാലക്കാട് സ്റ്റഡി സെന്ററിൽ സ്പെഷ്യൽ ട്യൂഷൻ കിട്ടുമോ? ഇങ്ങനെ ഈ സ്പെഷ്യൽ ട്യൂഷൻ എന്ന് പറയുന്നത് കോമൺ പ്ലാറ്റ്ഫോറത്തിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. ക്ലാസ്സുകൾ കിട്ടാൻ നേരത്തെ അവർ പറഞ്ഞ ആ ക്ലാസ്സിലെ നമ്മൾ ചോദ്യ പേപ്പറിൽ അവിടെ നിന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലേ മാഡം? നേരത്തെ എന്നോട് ചോദിച്ചത് കൊല്ലത്തിൽ നിന്ന് ക്ലാസ് കിട്ടുമോ എന്ന് ചോദിച്ചില്ലേ? ഞാനൊരു ഒറ്റ ഉത്തരം പറഞ്ഞപ്പോ പിന്നെ അവർ മിണ്ടിയിട്ടില്ല. അങ്ങനെ പാടില്ല, തുടർന്ന് മിണ്ടണം, തുടർന്ന് പറയണം. നമ്മളിപ്പോ ടെക്സ്റ്റ് മെറ്റീരിയൽ ഡൗൺലോഡ് എനിക്ക് കിട്ടിയ സെന്റർ തൃശ്ശൂർ കേരളവർമ്മ കോളേജാണ്. സാർ നമുക്ക് അവിടുത്തെ എല്ലാ സബ്ജക്റ്റിനും ക്ലാസ് കിട്ടുമോ? അത് അവര് തരുന്ന ഏതെങ്കിലും ഒരു സബ്ജക്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അതിനൊരു ഉത്തരം പറയാം. ഓക്കെ, ഒരു വലിയ യൂണിവേഴ്സിറ്റി ഇങ്ങോട്ട് തരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. നിങ്ങൾ ചെയ്തോളൂ, ഇപ്പൊ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്കിപ്പോ എന്താണ് കിട്ടാത്തത്? പരമാവധി ഒരു അക്കാഡമിക് കൗൺസിലറിനെ ഫേസ് ടു ഫേസ് കിട്ടണം. അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം പറഞ്ഞു വന്നത് അല്ലെ? ഒരു അക്കാഡമിക് കൗൺസിലറിന് മുന്നിൽ കിട്ടണം, അയാളെ ഇട്ട് പൊരിക്കണം. ആ മനുഷ്യൻ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് എത്രാമത്തെ യൂണിറ്റിന്റെ സ്റ്റഡി മെറ്റീരിയൽ ആണ് വേണ്ടത്? ഇപ്പൊ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതാണ് അക്കാഡമിക് കൗൺസിലർ. ആ പോയിന്റ് നിങ്ങളുടെ നാവിൽ നിന്ന് വരുത്തിക്കുകയാണ് ഇത്ര നേരം ഞാൻ പറഞ്ഞത്. അക്കാഡമിക് കൗൺസിലർ ഫോർ വാട്ട് പർപ്പസ്? ഡൗട്ട് ക്ലിയറൻസ്. ഓൺലി ഫോർ ഡൗട്ട് ക്ലിയറൻസ്, ബിക്കോസ് ഹി ഈസ് എ വെറ്ററൻ. അദ്ദേഹം ഒരു ഗുരുവാണ്, ഒരു വലിയ പണ്ഡിതനാണ്. ഒരേ സമയത്ത് ആലോചിച്ചു നോക്കൂ, ഇഗ്നോയിലെ അക്കാഡമിക് കൗൺസിലർ എന്ന് പറയുന്നതിനെ ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഹോമോജീനിയസ് ക്ലാസ്സിലെ പാവം +2 കഴിഞ്ഞിട്ട് വരുന്ന 8ഉം പൊട്ടും തിരിയാത്ത ഒരു പാവം പെൺകുട്ടി, അല്ലെങ്കിൽ ഒരു ഫ്രീക്കൻ അല്ലെ, അങ്ങേരായിരിക്കും ക്ലാസ്സിൽ ഉണ്ടാവുക. ആ ക്ലാസ്സിൽ ഈ മഹാൻ ആരാ? ഈ മഹാൻ ആരാ? അൺഎയ്ഡഡ് കോളേജിലെ ഒരു ലെക്ചറർ. ആരും ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശബ്ദിക്കുന്നത്. അദ്ദേഹം വരുമ്പോ അദ്ദേഹം എന്തൊക്കെ പറയുന്നോ അതൊക്കെ ഇദ്ദേഹം എഴുതിയെടുത്തിട്ട് പൊക്കോളും. അല്ലെങ്കിൽ കൂട്ടുകാരൻ എഴുതി കൊടുക്കും, കൂട്ടുകാരി എഴുതി കൊടുക്കും, ആരെങ്കിലും ഒക്കെ എഴുതി കൊടുക്കും, പകർത്തും. പക്ഷെ നമ്മൾ ഈ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും എന്തുണ്ടെന്ന് അറിയാമോ? ഭൂലോക അറിവ് ഉണ്ട്. ഈ ലോകത്തെ അതിജീവന സിദ്ധാന്തം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞവരാണ്. സർവൈവൽ ടു ഫിറ്റ്നസ് അല്ലെ? സമരസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് അങ്ങേരെ പറയുന്ന കുറെ സംഗതികളൊന്നും വേണ്ട. ഈ പറഞ്ഞ ചെറിയ ചെറിയ സംശയങ്ങൾ ദൂരീകരിക്കുക, അത് മാത്രമേ വേണ്ടൂ. അദ്ദേഹത്തിന് ഓൺലൈനിൽ കിട്ടിയാലും ഇതുപോലെ പൊരിച്ചെടുക്കൂ. ഇപ്പൊ മുബാറക് മാഷിനെ നിങ്ങൾ പൊരിക്കുന്നില്ലേ, അതുപോലെ പൊരിച്ചെടുത്തോളൂ. അദ്ദേഹം വരും, ഫേസ് ടു ഫേസ് ക്ലാസ് ഓൺലൈനിൽ കിട്ടും. ഇനി ഇപ്പൊ ഉള്ള ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നേരിട്ട് ക്ലാസ്സിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും ഞാൻ പറയുക, നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യൂ എന്നാണ് പറയുക. ക്ഷമ വേണം.
രാത്രി 10 മണിക്ക് വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും കഴിഞ്ഞതിന് ശേഷം കിടക്കയില് നമ്മളുടേതായിട്ടുള്ള ഒരു ലോകത്ത് സുഖമായിട്ട് ഇരുന്നിട്ട് യൂട്യൂബില് ചെവിയിൽ ഇയർ ഫോണും വെച്ചിട്ട് ഇയർ ബുക്ക് എന്നുള്ളതാണ് വരുന്നത് അല്ലെ, ഇയർ ഫോണും വെച്ച് എത്ര രസകരമായി നമുക്ക് ചുമരിന്റെ മേലെ കാലും കയറ്റി വെച്ച് നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. വേറെ എവിടെയാണ് ഈ സൗകര്യം കിട്ടുക? ഓക്കെ, അവിടെ മേക്കപ്പിന് ഒന്നും സ്ഥാനമില്ല, മുല്ലപ്പൂവിന് സ്ഥാനമില്ല, യാർഡില് സോപ്പിന് സ്ഥാനമില്ല, ഒന്നുമില്ലാതെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ലോകത്ത്. എന്നിട്ട് അതൊക്കെ എല്ലാം പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് സേവ് ഫോൾഡറിൽ സൂക്ഷിച്ച് വെച്ച് ഒഴിവുള്ളപ്പോ യാത്ര സമയത്ത് അല്ലെങ്കിൽ മലയ്ക്ക് പോകുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ലാണ്ട് ബസ്സിൽ വെയിറ്റ് ചെയ്യുമ്പോൾ കറണ്ട് ഇല്ലാത്ത സന്ദർഭത്തിലൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇത് ഇരുന്ന് കണ്ട് കേട്ട് അനുഭവിച്ച് നമുക്ക് നമ്മുടെ പഠന പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടത് ഗ്യാൻധാര എഴുതിയെടുക്കൂ. ഗ്യാൻധാര ഓരോ മാസവും ഷെഡ്യൂൾ ഉണ്ട്. MA സൈക്കോളജിയെ പറ്റി പറഞ്ഞു തരാം, നിങ്ങളെ പറ്റിയാണ് കൂടുതൽ പറയാനുള്ളത്. ഗ്യാൻധാര നിങ്ങൾക്കും ബാധകമാണ്. ഇവിടെ ഉള്ള എല്ലാവർക്കും ഗ്യാൻധാര, ज्ञानवाणी, ज्ञान दर्शन। ज्ञान का मतलब क्या है? ज्ञान 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 नॉलेज, ज्ञान नॉलेज അറിവ്. അപ്പൊ ജ്ഞാൻ ധാര ഒഴുകി വരും, അതാണ് ധാരയുടെ പ്രത്യേകത. അത് ഇഷ്ടംപോലെ ഉണ്ട്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡൗൺലോഡ്സ് എന്നുള്ളതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താല് SLM നോട്ട് ചെയ്തോളൂ. SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അഥവാ സ്റ്റഡി മെറ്റീരിയൽ. നിർബന്ധമായും പ്രോഗ്രാം ഗൈഡ് ഡൗൺലോഡ് ചെയ്യുക. പ്രോഗ്രാം ഗൈഡ് MBA കാരും MA സൈക്കോളജിക്കാരും എല്ലാവരും പ്രോജക്റ്റ് ഗൈഡ്, പ്രോജക്റ്റ് മാനുവൽ എന്നാണ് പറയുക. പ്രോജക്റ്റ് മാനുവൽ. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ, നമുക്ക് ഒരു അഡീഷണൽ സ്പെഷ്യൽ ക്ലാസ് കിട്ടുമോ എന്ന് കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചല്ലോ. പാവ ഇപ്പോഴും അയാളുടെ മനസ്സ് ഇങ്ങനെ സ്പെഷ്യൽ ക്ലാസ് കിട്ടുമോ സ്പെഷ്യൽ ക്ലാസ് കിട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടുന്ന് കാണുന്ന ഒരു അധ്യാപകന്റെ വീക്ഷണമാണ് കേട്ടോ. ഞങ്ങൾ സാധാരണ ക്ലാസ് മുറികളിൽ ഇങ്ങനെ ഒരു കുട്ടി ഡിമ്മായി ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ കുട്ടിയെ തട്ടിവിടും, കുറെ കഴിഞ്ഞിട്ടാണ് തട്ടിവിടുക. ഓക്കെ, അപ്പൊ മോളെ പ്രത്യേകിച്ച് ഒന്നും വിഷമിക്കണ്ട, മുബീനയോട് ചോദിച്ചാൽ മതി. അതിനാണ് നമ്മുടെ ഗ്രൂപ്പ്. ഗ്രൂപ്പിലെ ഓരോ ഗ്രൂപ്പിലും ചില നേതാക്കന്മാരെ, കോ അഡ്മിന്മാരെ നമ്മൾ തെരഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വമനസാലെ വരുന്ന കുറെ അധ്യാപകരെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയുടെ, ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രധാന. തമിഴിലെ കാതലല്ലോ, മലയാളത്തിലെ കാതൽ. നല്ല ഉറപ്പ്, മരത്തിന് നല്ല കാതലുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കഠിനമുണ്ട് എന്നുള്ളതാണ്, നല്ല ഉറപ്പുണ്ട് എന്നാണ്. ദൃഢത. നല്ല ദൃഢമുള്ള അധ്യാപകരെയും വെച്ചുകൊണ്ട് വോളണ്ടറി നമ്മൾ അഡീഷണൽ ക്ലാസ്സുകളെല്ലാം നമ്മൾ നൽകും. അതിനൊക്കെ വേണ്ടതാരാണ്? നിങ്ങളെപ്പോലുള്ള മിടുമിടുക്കരുടെ സപ്പോർട്ടാണ്. അതാണ് ഹംബിൾ ഐ റിക്വസ്റ്റിംഗ്. ഈ എംനോട്ട്സ് ടെലഗ്രാം ചാനലിന്റെ പ്രസക്തിയും അത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അഡ്മിന്മാർ, കോ അഡ്മിന്മാർ നിർബന്ധമായും സ്വയമേ ഓരോന്നും ചെയ്യാതെ ഇപ്പൊ തന്നെ ഗ്രൂപ്പിലെ ആരോ ചാറ്റ് ബോക്സിലെ വാട്സപ്പിന്റെ ഗ്രൂപ്പൊക്കെ ഇട്ടു. അങ്ങനെയൊന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. ഇത് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിന്റെ സീഡ് ട്രസ്റ്റ് കേരളയുടെ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ആ എഴുതിയത് മനഃപൂർവ്വം നല്ലതാണ്. അതൊരു ഉദാഹരണം ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഒരാളുടെ സ്വകാര്യതയിലേക്കും നമ്മൾ പോകുന്നില്ല, ഒരാളെയും നമ്മൾ വശീകരിക്കുന്നില്ല. നമ്മൾ ചെയ്തു എന്നല്ലട്ടോ അർത്ഥം. കിട്ടുന്നതൊക്കെ പരമാവധി എൻജോയ് ചെയ്യുക. ദാറ്റ് മീൻസ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി.
എന്ത് ഉൽപ്പാദിപ്പിക്കണം, എത്ര ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇഗ്നോ സ്റ്റുഡന്റിനെ, പാവപ്പെട്ട സ്റ്റുഡന്റിന് വേണ്ടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. വോളണ്ടറി, ഞാനും നിങ്ങളും എല്ലാവരും നമ്മൾ ഒന്നിച്ചിരുന്ന് ചെയ്യുകയാണ്. നമുക്കിവിടെ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മിടുമിടുക്കരായിട്ടുള്ള കുറെ അഡ്മിന്മാരെ, കോ അഡ്മിന്മാർ വേണം. ആ കോ അഡ്മിന്മാർ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട വിവരങ്ങൾ കൃത്യമായി എന്തൊക്കെ എന്നുള്ളത് പറഞ്ഞു തരാം. ഒന്ന് നോട്ട് ചെയ്തോളൂ. വേണമെങ്കിൽ വിവിധ ഗ്രൂപ്പുകൾ നമ്മൾ രൂപീകരിക്കും. ഫോർമുലേഷൻ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. MA സൈക്കോളജി, MSc CFT, MBA, MCom, അതുപോലെ തന്നെ MSW, BA സൈക്കോളജി ഓണേഴ്സ്, BA ഇംഗ്ലീഷ് ഓണേഴ്സ്, BA എക്കണോമിക്സ് ഓണേഴ്സ്, BTS, BCom, BLIS, BSW, ഇങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഓരോ ഗ്രൂപ്പിലും 20 മുതൽ 40 പേർ വരെ ഉള്ള ഒരു ചെറിയ മൈക്രോ യൂണിറ്റ്, 20നും 40നും ഇടക്കുള്ള യൂണിറ്റ്. 40ൽ കൂടുതൽ ആള് വന്നാൽ നമ്മൾ അതിനെ പൊളിച്ചെഴുതിയിട്ട് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3 എന്നാക്കി മാറ്റും. അതിലെ മിടുക്കരെ കണ്ടെത്തിയിട്ട് നമ്മൾ അതിനെ കോ അഡ്മിന്മാരാക്കി വെക്കും. ആ കോ അഡ്മിന്മാർക്ക് ഉള്ള റോളാണ് ഇത്തരത്തിലുള്ളതൊക്കെ യോജിപ്പിക്കുക, സംഘടിപ്പിക്കുക, നല്ല വാക്കുകൾ പറയുക, നല്ല വർത്തമാനം പറയുക, എന്നിട്ട് നല്ല ചിന്തകൾ കൊണ്ടുവരിക. ആ ചിന്തകൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇന്ന് വൈകിട്ട് 4:30 കൂടിയത്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ തീരുമാനങ്ങളാണ് നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കുന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങളോടുകൂടി നമ്മൾ എടുത്തിട്ടുള്ള തീരുമാന പ്രകാരം അത് അഡ്മിൻ ആയിട്ടുള്ള കോർഡിനേറ്റർ ഫോർ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ്, അദ്ദേഹത്തിന്റെയും കൂടി അറിവും സമ്മതവും, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു, അറിവും സമ്മതത്തോടും കൂടി ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തോളൂ. ഓഡബിൾ ആയിരിക്കണം, റീഡബിൾ ആയിരിക്കണം, എലിജിബിൾ ആയിരിക്കണം. സഭ്യമായത് എന്തും നമുക്ക് അഡ്മിന്റെ അനുവാദത്തോടു കൂടി നമുക്ക് ചെയ്യാനുള്ള തന്റേടമായിട്ടുള്ള വോളണ്ടിയേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇവരുടെ റോൾ എന്ന് പറയുന്നത് നല്ല പുതിയ കണ്ടെത്തലുകൾ ഗ്രൂപ്പുകളിൽ ഇടാം. മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, 2 ആഴ്ചയിൽ ഒരിക്കൽ PSC, UPSC, വേറെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പാരപണിയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും തോന്നരുത്. നമ്മൾ തന്നെ നമുക്ക് ചില മേഖലകൾ കണ്ടെത്താൻ വേണ്ടി PSC, UPSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നോർക്ക, ഏറ്റവും ഇമ്പോർട്ടന്റ് നോർക്ക, അത്തരത്തിലുള്ളതൊക്കെ ഇൻഫർമേഷൻ നമ്മൾ ഈ ഗ്രൂപ്പുകളിലേക്ക് കൊടുക്കും. കരിയർ ഡെവലപ്മെന്റ്, കരിയർ ഗൈഡൻസ്, എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ്, ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ചില പ്ലാറ്റ്ഫോമുകളാണ്. ഇതിന്റെ സബ് പ്രോഡക്റ്റുകൾ MNotes-ലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇതിന്റെ ഒക്കെ ഗ്രൂപ്പുകൾ ഇനി ഉടൻ തന്നെ ഉണ്ടാവും. ഇത്തിരി സമയം തരണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ റിട്ടയർ ചെയ്തിട്ടാണ് ഈ ഇരിക്കുന്നത്. നിങ്ങൾ ആരും റിട്ടയർ ചെയ്യാനല്ല, നിങ്ങൾ പുതിയതായി ജോലിയിൽ പ്രവേശിച്ച് ഈ ലോകം കീഴ്പ്പെടുത്താൻ. എനിക്കുള്ളത് ഗുരുദക്ഷിണ, നിങ്ങളുടെ മനസ്സിലെ നന്മ, അത് മാത്രമാണ് എനിക്ക് കിട്ടേണ്ട ഗുരുദക്ഷിണ. മുബാറക് മാഷ സംതിങ് ഡൺ, എന്തോ ചിലത് ചെയ്തു എന്നുള്ളത്, അത് മാത്രമേ ഞാൻ ഗുരുദക്ഷിണയായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. മാത്രമല്ല ഇഗ്നോ റിലേറ്റഡ് മാറ്റേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഗ്നോ റിലേറ്റഡ് മാറ്റേഴ്സ് എന്ന് പറയുന്നതാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചത്. ഇത്ര നേരം സംസാരിച്ചതിൽ ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പറയുന്നത്. അസൈൻമെന്റുകൾ ഒരു കാരണവശാലും കോപ്പി അടിക്കുകയോ 49 രൂപ കൊടുത്തിട്ടോ ദയവ് ചെയ്ത് വാങ്ങരുത്. അസൈൻമെന്റിന് 0 മാർക്ക് കിട്ടി എന്റെ മുമ്പിൽ കൗൺസിലിങ്ങിന് വന്ന എത്രയോ കുട്ടികളുണ്ട്. ഓക്കെ, അസൈൻമെന്റ് നിങ്ങളാൽ എഴുതപ്പെടണം, അതിന് നല്ല സ്കോർ കിട്ടും. അസൈൻമെന്റിന് 80 മുതൽ 100 വരെ സ്കോർ കിട്ടും. ഇനി അസൈൻമെന്റിന്റെ വാല്യൂ ഈ ഗ്രൂപ്പിൽ ഒരിക്കൽ കൂടി പറയാം, എഴുതിയെടുത്തോളൂ. ചില പ്രാക്ടിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാമിന് 25:75, പ്രാക്ടിക്കൽ ഓറിയന്റഡ് 25:75, നോർമൽ അത് ഡിഗ്രി ആയിക്കോട്ടെ PG ആയിക്കോട്ടെ 30:70. മനസ്സിലാവുന്നുണ്ടോ?
പ്രാക്ടിക്കൽ ഓറിയന്റഡ് സൈക്കോളജിക്കാരൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്റേൺഷിപ്പിന് അതുപോലെ തന്നെ ഡിസർട്ടേഷന് 3 വാല്യുവേഷൻ ഉണ്ടാവും. സൈക്കോളജി ഒന്ന് കൈവക്കൂ, ഒന്ന് ഫേസ് തരൂ പ്ലീസ്. യെസ് മിസ്റ്റർ സുഹൈൽ PM, ഒന്ന് പരിചയപ്പെടുത്തു പഹയ. ഒന്ന് പറയൂ, കേൾക്കട്ടെ. സുഹൈൽ PM, എന്റെ വീട് എളനാടാണ്, തൃശ്ശൂര്. അല്ല, നമ്മുടെ എളനാട് പാല്. എളനാടിനെ പറ്റി ഞാൻ 4 ആഴ്ച മുമ്പത്തെ ഒരു വീഡിയോയില് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ അഭിമാനമാണ് എളനാട്, കാളിയാർ റോഡ്, പുതുക്കോട്, വടക്കഞ്ചേരി. എളനാട്, പഴയന്നൂര്, കണക്കന്നൂര്, പുതുക്കോട്, വടക്കഞ്ചേരി. നമ്മൾ വളരെ അടുത്താണ് സുഹൈ. പുത്തിരിപ്പാടും പള്ളിയൊക്കെ അറിയാലോ. ഓക്കെ. അപ്പോ ഓക്കെ, തീർച്ചയായും അതിനാണ് ഫേസ് തരാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ 3 വാല്യുവേഷൻ ആണ് ഉള്ളത് കേട്ടോ. ഇവാലുവേഷൻ ഏതിനൊക്കെയാണ്? MBAയിലെ ചില പ്രോഗ്രാമിന്, പ്രാക്ടിക്കൽ ഓറിയന്റഡിനൊക്കെ 3 ഇവാലുവേഷൻ ഉണ്ടാവും. ചില ഇതിന് ഇന്റേണൽ ഗൈഡ്, ഇന്റേണൽ സൂപ്പർവൈസർ, എക്സ്റ്റേണൽ സൂപ്പർവൈസർ, പിന്നെ ഡൽഹിയിലെ ഒരു പക്ക ഒരു സൂപ്പർവൈസർ, വൈവാവോസി. ഇങ്ങനെ 3 ഘടകങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ചിലതിൻ്റെയൊക്കെ. അപ്പൊ നോർമലി ഒരു അസൈൻമെന്റ് 100 മാർക്കിലാണല്ലോ അസൈൻമെന്റ്. എഴുതിയെടുത്തോളൂ, 100 മാർക്കിനാണ് അസൈൻമെന്റ്. ചിലപ്പോ 5 ചോദ്യമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോ 10 ചോദ്യമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോ 8 ചോദ്യമായിരിക്കും ഉണ്ടാവുക. അസൈൻമെന്റ് ഒക്കെ വളരെ ഭംഗിയായിട്ട് കണ്ടെത്താം, ഉത്തരങ്ങൾ കണ്ടെത്താം. നിങ്ങൾ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അസൈൻമെന്റ് നേരത്തെ സബ്മിറ്റ് ചെയ്തോളൂ. പരീക്ഷ പിന്നെ എഴുതാം. അതാണ് ബെസ്റ്റ് യൂസ് ഓഫ് വാട്ട് ഈസ് അവൈലബിൾ. അസൈൻമെന്റ് ഒക്കെ നേരത്തെ ചെയ്തു വച്ചാൽ തീർന്നു. പരീക്ഷ എഴുതുമ്പോഴേ അസൈൻമെന്റ് കൊടുക്കാവൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല. കൃത്യമായ സമയത്ത് അസൈൻമെന്റ് സമർപ്പിക്കേണ്ട സമയം പറഞ്ഞു തരാം. അഡ്മിഷൻ സെഷനിൽ നിന്ന് പരീക്ഷയിലേക്ക് എത്തുന്നത് 1 കൊല്ലം അല്ലെങ്കിൽ 6 മാസം. ആ 6 മാസത്തിന്റെ 3 മാസം മുമ്പ്, അല്ലെങ്കിൽ ആ 1 കൊല്ലത്തിന്റെ 3 മാസം മുമ്പ് മുതൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം. അസൈൻമെന്റ് കൊടുക്കേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലേക്കാണ്. പ്രാക്ടിക്കൽ നടത്തുന്നത് റീജിയണൽ സെന്ററിലാണ് സൈക്കോളജി. അതുകൊണ്ട് അവിടെയാണ് പ്രാക്ടിക്കലിന്റെ കൊടുക്കേണ്ടത്. JDT ഇസ്ലാമിൽ അവിടെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അത് JDTയിൽ തന്നെ കൊടുക്കാം. എവിടെ വെച്ചാണോ പ്രാക്ടിക്കൽ നടക്കുന്നത് അവിടെയാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. പ്രാക്ടിക്കൽ നമുക്ക് അസൈൻമെന്റിന്റെ ടോപ്പിക്സ് ഒക്കെ എങ്ങനെ അറിയാൻ പറ്റും? അസൈൻമെന്റ് അതിനാണ് നേരത്തെ ഞാൻ ഡൗൺലോഡ് പറഞ്ഞത്, സ്റ്റുഡന്റ് സ്റ്റാറ്റസ്. നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നതിൽ 90% കുട്ടികളും 95% കുട്ടികളും ജൂലൈ 21 കുട്ടികളാണ്. ടൈറ്റില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ജൂലൈ 2021, ജാനുവരി 2022. ആ 2 കൂട്ടർക്കും ആ അസൈൻമെന്റ് ആണ് എടുക്കേണ്ടത്. പരീക്ഷ എഴുതേണ്ടത്, ഫസ്റ്റ് ഇയർ പരീക്ഷ ആനുവൽ പ്രോഗ്രാം എഴുതേണ്ടത് ജൂൺ 2022 പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. സെമസ്റ്റർ പ്രോഗ്രാം 6 മാസം ഉള്ളവർ 3 മാസം മുമ്പേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങണം. ചിലപ്പോൾ അസൈൻമെന്റിന് 15 ദിവസം 30 ദിവസം ഇഗ്നോ സമയം നീട്ടിത്തരും. അത് നിങ്ങളുടെ അവകാശമായി ഒരിക്കലും കാണരുത്. അത് ചില പാൻഡമിക് സിറ്റുവേഷൻ ആണ്. നമുക്കറിയാലോ, തമിഴ്നാട് ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ചില സംസ്ഥാനങ്ങൾ വളരെ വലിയ പ്രശ്നത്തിലാണ്. അപ്പൊ അവിടെ ഉള്ളവർക്കും കൂടി പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഉള്ളത്. അവരെയും കൂടി ഇതിൽ പരിഗണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ തൽക്കാലം നവംബർ 30 വരെ സമയം തന്നിരിക്കുന്നത്. ചിലപ്പോൾ നോട്ട് ഷുവർ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും.
10 ദിവസമോ 15 ദിവസമോ നീട്ടി തന്നേക്കാം. അതൊരു അവകാശമായി എടുക്കരുത്, നേരത്തെ ചെയ്ത് വെക്കുക. ഓക്കെ, 100 മാർക്കില് 80 മാർക്ക് അസൈൻമെന്റിന് കിട്ടി എന്ന് കരുതുക. അപ്പൊ സ്വാഭാവികമായിട്ടും അത് 30% വെയിറ്റേജിലേക്ക് പോകുമ്പോൾ എത്ര മാർക്കായി പറയൂ? 100-ൽ 80, അപ്പൊ 30-ൽ എത്ര? 24 മാർക്ക്. എഴുതി വെച്ചോളൂ. യെസ്, എഴുതിയെടുത്തോളൂ. 24. ടേം എൻഡ് എക്സാമിനേഷൻ, കൊല്ല പരീക്ഷ, നമ്മുടെ എഴുത്ത് പരീക്ഷ, തിയറി പേപ്പർ എന്നൊക്കെ നമ്മൾ പറയാം. അതില് 100-ല് 50 കിട്ടുന്നുള്ളൂ കേട്ടോ. 100-ല് 50 കിട്ടുന്നുള്ളൂ. ആ 50-നെ റൗണ്ട് ചെയ്ത് വെക്കൂ. TEE 50/100. ആ 50-നെ ഒന്ന് റൗണ്ട് ചെയ്യൂ. സമം 50/100 സമം എത്ര ബൈ 70? 35/70. അപ്പൊ ഈ 30% വെയിറ്റേജും 70% വെയിറ്റേജും തമ്മിൽ കൂട്ടിയാൽ 24 + 35 സമം 59. നേരത്തെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? നെറ്റ് എഴുതണമെങ്കിൽ PhDക്ക് പോകണമെങ്കിൽ എത്ര ശതമാനം മാർക്ക് വേണം? 55. നമുക്ക് ചിലർ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ആനുകൂല്യം വേണ്ടാന്ന് തന്നെ വെക്കണം. ഓക്കെ, ആനുകൂല്യം വേണ്ട എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ആനുകൂല്യം കിട്ടുമെന്നാണ് അതിന്റെ മറ്റൊരു അർത്ഥം, കാണാപ്പുറം. അപ്പൊ നമ്മൾ സ്വാഭാവികമായും 55% മാർക്ക് വേണം നെറ്റ്. കാരണം മാജിദെ, നമ്മൾ തന്നെ OBC വിഭാഗത്തിൽ ഉൾപ്പെടുമെങ്കിലും ഇപ്പോൾ ഇങ്ങനെ തൊഴിൽ കുറവായത് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ അനുഭവിച്ചതാണ്. ഞാൻ പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രിമിലേയറിലെ മേലെയായിരുന്നു. അപ്പൊ എനിക്ക് OBCയുടെ ആനുകൂല്യം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ 4 മക്കൾക്കും എഞ്ചിനീയേഴ്സിനെ കാശ് കൊടുത്ത് തന്നെ പഠിപ്പിച്ചു. പക്ഷെ അവരെ കൊണ്ടൊക്കെ ഞാൻ പ്രതികാരം വീട്ടി. എന്താണ്? അവരെയൊക്കെ തന്നെ ഗേറ്റ് എഴുതിപ്പിച്ചു. ഗേറ്റ് എഴുതിയാൽ സ്കോളർഷിപ്പ് ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായോ? ഒരു മാസം 8000 രൂപ സ്കോളർഷിപ്പ്. അപ്പോ 36 മാസം എത്ര രൂപ സ്കോളർഷിപ്പ് വാങ്ങിച്ചിട്ടുണ്ടാവും? അത് ആ മക്കളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് അവരുടെ അവകാശമാണ്, ഭരണപരമായ അവകാശമാണ്. നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ പരിഗണിക്കണം. ചെയ്യാനുള്ളത് ചെയ്യണം, പരമാവധി ചെയ്യണം. അപ്പൊ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് OBC ആനുകൂല്യം വാങ്ങണം എന്ന് ഞാൻ പറയില്ല. മറിച്ച് ചിലപ്പോൾ എപ്പോ വേണമെങ്കിലും നല്ല ജോലി കിട്ടിയിട്ട് 6 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം, വാർഷിക വരുമാനം കിട്ടിയാൽ ഇനി 1 കൊല്ലം കഴിഞ്ഞാൽ അത് 8 ലക്ഷമാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും 12 ലക്ഷം രൂപയായിരിക്കും നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടുക. അപ്പൊ നമ്മൾ ക്രിമിലേയറിൽ ഉൾപ്പെടും, നോൺ ക്രിമിലേയർ ആവില്ല. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഫീ കൊടുക്കേണ്ടി വരും. 55% ഉണ്ടെങ്കിലേ നമുക്ക് നെറ്റ് എഴുതാൻ പറ്റൂ. അങ്ങനെ ഞാൻ കിന്നനാണ്. എന്താണ് കിന്നൻ എന്ന വാക്കിന്റെ അർത്ഥം? കിന്നൻ എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖിതനാണ്. കാരണം എനിക്ക് ഇതുവരെ നെറ്റ് എഴുതാൻ പറ്റിയിട്ടില്ല. ഒരു യൂണിവേഴ്സിറ്റിയിലെയും 55%-ൽ കൂടുതൽ മാർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്റെ ഇഗ്നോ ഞാൻ അങ്ങനെ തന്നെ പറയും, 70.25% മാർക്ക്, 70.25% മാർക്ക്, 95 മാർക്ക് അടക്കം എനിക്ക് തിയറി പേപ്പറിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ഖിന്നനാണ്. കാരണം എനിക്ക് 75% ഡിസ്റ്റിങ്ഷൻ കിട്ടിയില്ല. ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ലെവലിലേക്ക് പോകാൻ പറ്റിയില്ല. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഓക്കെ,
അപ്പൊ പറഞ്ഞു വന്നത് 50 മാർക്ക് എന്നുള്ളത് നമുക്ക് 59 മാർക്ക് ആകണമെങ്കിൽ അതിന് പ്രത്യേക പരിഗണന കിട്ടിയത് അസൈൻമെന്റ് എന്നുള്ള മാജിക് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിപാടികൾ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഒന്നും കൂടി കോർത്തിണക്കാം. എംനോട്ട്സ് ടെലിഗ്രാം ചാനൽ ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് വിവിധ ഗ്രൂപ്പുകൾ രൂപീകരിക്കണം. ഓരോ അഡ്മിനും ഓരോ ചുമതലകൾ നൽകപ്പെടും. അഡ്മിനിസ്ട്രേഷന്റെ എല്ലാ അനുവാദത്തോടും കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പുതിയ കണ്ടെത്തലുകൾ നടത്താം. ആഴ്ചയിൽ ഒരിക്കലോ 15 ദിവസത്തിൽ ഒരിക്കലോ നമുക്ക് ചെറിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടെത്തിയിട്ട് അത് നമ്മുടെ പ്രിയപ്പെട്ട സഹജീവികൾക്ക് നമുക്ക് സംഭാവനയായി കൊടുക്കാം. അങ്ങനെ നമുക്ക് പുണ്യം വാരിക്കൂട്ടാം. അതാണ് വോളണ്ടറിഷിപ്പ്. ഇതിന്റെ ഇടക്ക് 2 പ്രാവശ്യം ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് കിട്ടിയ ആ ഒരു രാജ്യത്തെ ഞാൻ വല്ലാണ്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത്. നാഷണൽ സർവീസ് സ്കീമിലെ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസർ അവാർഡ് 2 പ്രാവശ്യം ആദരണീയനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി സാറിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ ഒരു സന്തോഷമാണ് എനിക്ക് ഇപ്പോഴും ഊർജം നൽകുന്നത്. അത് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ മോഡേൺ മൾട്ടിമീഡിയ ഡിവൈസസ് നന്നായി പരിചയപ്പെടണം. അതിനൊക്കെ പറ്റിയ MCAക്കാരൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അങ്ങനെ നമ്മൾ പരിചയപ്പെടുത്തുക. സ്വാർത്ഥതയൊന്നുമല്ല നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷെ 100 പേരിൽ കൂടുതൽ പങ്കെടുക്കണമെങ്കിൽ അതിന് പ്രോ ലെവലിലേക്ക് നമ്മൾ പോകേണ്ട ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ അപ്പോൾ ആലോചിച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ആലോചിച്ച് നമ്മളേതായിട്ട് കുറച്ച് ഒരു 5-10 പേര് ചേർന്ന് ചെറിയ ചെറിയ ലെവലിൽ നമുക്ക് ഡെവലപ്പ്. എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു കഷ്ടപ്പാടും ത്യാഗവും ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാം. ഇവിടെ ഇപ്പോൾ പ്രസക്തമായത് കോഓപ്പറേഷൻ ആൻഡ് കൊളാബറേഷൻ. കൊളാബറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുമിക്കണം. അതാണ് ഈ ഒരു യൂണിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 4 പേർക്ക് നമ്മൾ ഒരുപാട് സമയം 1.5 മണിക്കൂറിൽ കൂടുതൽ നമ്മളിപ്പോൾ സമയം ചെലവഴിച്ചു. 4 പേർക്ക് ഒരു ഇവാലുവേഷൻ നടത്താം. അതിൽ നിന്ന് കുറച്ച് പോയിന്റ് കിട്ടി 1/4 മണിക്കൂർ അങ്ങനെയും പോകും. ഒരു 4 പേർ ഒരു ഇവാലുവേഷൻ നടത്തും. ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരു കോ അഡ്മിൻ എന്നുള്ള രൂപത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക. പ്ലീസ്, ഐ കോർഡിലി ഇൻവൈറ്റിംഗ്. പാസ് മാർക്ക് എത്ര വേണം എന്നുള്ള ഒരു ചോദ്യം വന്നു. ഡിഗ്രിക്ക് ചിലതിന് 35, ചിലതിന് 40, PGക്ക് എല്ലാം 40. ഡിഗ്രിക്ക് ചിലത് 35, ചിലത് 40, PGക്ക് എല്ലാം 40. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഞാൻ പറയുന്നില്ല. 40 എന്നുള്ളതിലേക്ക് വലുതിലേക്ക് ചിന്തിക്കൂ, ചെറുതിലേക്ക് പോണ്ട. 40+. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മിനിമം കിട്ടും. 59 കൂടുതൽ കിട്ടും. ഗോഡ് പ്രോമിസ്, പടച്ചവൻ സാക്ഷി. എല്ലാവർക്കും നല്ല സ്കോർ കിട്ടും. നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ നേരത്തെ ടെക്സ്റ്റ് മെറ്റീരിയൽ പറഞ്ഞതുപോലെ ഗ്യാൻധാര, ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി, അതുപോലെ തന്നെ വേറെ ഒന്ന് വെബ് ഇനേബിൾഡ് ആക്സസ് എന്ന് പറഞ്ഞിട്ട് വ്യാസ് ഒന്ന് എഴുതിയെടുക്കൂ. WEAS. എൻ്റെ ഒരു ലിങ്ക് ഉണ്ട്, യൂട്യൂബ് ഒരു വീഡിയോ ഉണ്ട്, അത് പ്രത്യേകം കാണുക. അതിന് വ്യൂവേഴ്സ് കുറഞ്ഞത് കൊണ്ടൊന്നല്ല കേട്ടോ അത് കാണണമെന്ന് പറയുന്നത്. ചിലപ്പോ അങ്ങനെ വിചാരിക്കും. മാജിദ് ചിരിക്കുന്നു. വ്യൂവേഴ്സ് കുറഞ്ഞത് കൊണ്ട് സാർ ഞങ്ങളെ അത് കാണിപ്പിക്കുകയാണ്. 0 രൂപ ചെലവ് ചെയ്ത് 1000 കോഴ്സ് എന്നാണ് അതിന്റെ ടൈറ്റിൽ. എത്രയാണ് ചെലവ്? 0 രൂപ ചെലവ് ചെയ്ത്. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. 0 രൂപ ചെലവ് ചെയ്ത് 1000 കോഴ്സുകൾ സ്വയം എഴുതിയെടുത്തോളൂ. SWAYAM, സ്വയം. സ്വയം കേട്ടിട്ടുണ്ടോ? എല്ലാ PG സ്റ്റുഡന്റും നിർബന്ധമായും സ്വയം 1, 2, 3 അറ്റ് എ ടൈം, ദിസ് ടൈം, ഈ നിമിഷം 26 സ്വയം കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്,
സോഷ്യൽ സൈക്കോളജി, സ്കൂൾ കൗൺസിലിംഗ്, പോൾട്രി ഫാമിംഗ്, ബീ കീപ്പിംഗ്, ഇങ്ങനെയുള്ള ഒരുപാട് കർഷക മേഖലയിലും കൗൺസിലിംഗ് മേഖലയിലും എക്കണോമിക്സ് മേഖലയിലും മാനേജ്മെന്റ് മേഖലയിലും സൈക്കോളജി മേഖലയിലും ഒക്കെ ഞാൻ ഇങ്ങനെ ഈ മൂക്സ് MOOCS ഒന്ന് എഴുതിയെടുത്തോളൂ. മൂക്സ് അതിന്റെ ഫുൾ ഫോം ആരെങ്കിലും പറയാവോ പ്ലീസ്? ഒന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. മൂക്സ്, എസ് ചെറുതാക്കി കൊടുത്താലും മതി കേട്ടോ. മൂക്കിനാണ് മൂക്ക് അവസാനം ഇതാവണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ മൂക്സ് എന്ന് തന്നെ പറഞ്ഞത്. എസ് ചെറുതാണ്. അറിയാമോ മൂക്ക് എന്താണെന്ന്? മൂക്സ് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. മൂക്സ് സ്വയം വെറുതെ കിട്ടുന്ന കോഴ്സുകളാണ്. ഇപ്പൊ തന്നെ പോയി ഡൗൺലോഡ് ചെയ്യുക സ്വയത്തിന്റെ ആപ്പ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതും ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ തന്നെ 10-15 പുതിയ പുതിയ പ്രോഗ്രാം. ആരൊക്കെയാണെന്നറിയാം അതിന്റെ ലീഡിങ് ഏജന്റ്? 7 പേർ. 7 പേർ എന്ന് പറയുന്നത് 7 ജൈജാന്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഇന്ത്യ. കൊളാബറേഷൻ ആണ്, കൊളാബറേഷൻ. IIT, IIM, IGNO, UGC, NCPT, NCERT തുടങ്ങിയ കുറെ സംഭവങ്ങൾ. വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനം. ഇതൊക്കെ ലോകത്തിന്റെ നെറുകയിലുള്ള സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലെ IIT-നെ പറ്റി എന്താണ് നമുക്ക് പറയാനുള്ളത്? അവരൊക്കെയാണ് ഈ നേതൃത്വം കൊടുക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ IIT-ലെ ലെക്ചറർ നേരിട്ട് വന്ന് ഫ്രീ ആയിട്ട് കോഴ്സ് തരികയാണ്. ഓരോ ദിവസവും ക്വിസ് ഉണ്ടാവും. ഒരു മൊഡ്യൂൾ തന്ന ഉടനെ ക്വിസ് ഉണ്ടാവും. എന്റെ ഹോബി എന്ന് പറയുന്നത് ക്വിസിന്റെ മാർക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കലാണ് എന്റെ ഹോബി. എന്ന് പറഞ്ഞാൽ സ്വയം ഒന്ന് ഇങ്ങനെ പൊങ്ങുക, സ്വയം പൊങ്ങുക. അതിന് പറയുന്ന പേര് സൈക്കോളജിയിലെ എന്റെ നേരത്തെ ഉള്ള വീഡിയോയിൽ കാണാം. സോൺ ഓഫ് മാക്സിമം പൊട്ടൻഷ്യൽ, ZMP. എത്ര പേര് ഈ വാക്ക് മുബാറക് മാഷിൽ നിന്ന് കേട്ടിട്ടുണ്ട്? ZMP, സോൺ ഓഫ് മാക്സിമം പൊട്ടൻഷ്യൽ. ഒരുപാട് കത്തിയടിക്കുന്നുണ്ടോ? യെസ്, സേതുലക്ഷ്മി. ഓക്കെ, സേതുലക്ഷ്മി കേട്ടിട്ടുണ്ട്. സോൺ ഓഫ് മാക്സിമം പൊട്ടൻഷ്യൽ, നമ്മുടെ കഴിവിന്റെ പരമാവധി. ഞാൻ ഇപ്പൊ ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നത് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് ഒരു മുക്കിലെ മൂലയിലെ ടിവിയും കണ്ടുകൊണ്ട് ഇരുന്നാൽ ഐ വിൽ ബി ഡിംഡ്. ആക്റ്റീവായിരിക്കണം. ഒരു 30 സെക്കൻഡ് ഒരു ചെറിയ ഒരു ദുഃഖ കഥ പറഞ്ഞിട്ട് ഞാൻ അടുത്ത് നിങ്ങളിലേക്ക് ആ 4 പേരിലേക്ക് വരാം. വെറും 30 സെക്കൻഡ്. 9 കൊല്ലം മുമ്പ് ജൂബിലി മിഷൻ ഹോസ്പിറ്റലില് 2 പ്രാവശ്യം ICU-വിനെ ഞാൻ കണ്ടവനാണ്. ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോ എനിക്ക് ICU-വിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് മെമ്മറിയിൽ പറഞ്ഞിട്ടുള്ളത് ലെഫ്റ്റ് സെൻസറി സ്ട്രോക്ക്. സെൻസർ എന്ന വാക്ക് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. 7 കൊല്ലം മുമ്പാണ് കേട്ടോ. ലെഫ്റ്റ് സെൻസറി സ്ട്രോക്ക്, ഇടതുഭാഗം മുഴുവനും അടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് എന്റെ സർട്ടിഫിക്കറ്റ്, ഡിസ്ചാർജ് സമ്മറി. സെൻസിൽ എന്ന് പറയുമ്പോൾ കാണുക, കേൾക്കുക, അനുഭവിക്കുക, മണക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഇതെല്ലാം സെൻസിൽ പെട്ടതാണല്ലോ, അതിലുള്ളതാണല്ലോ. അതൊക്കെ ചെന്ന് ചേരുന്നത് തലച്ചോറിലാണല്ലോ. ഈ തലച്ചോറിന് സ്ട്രോക്ക് വന്നിട്ടില്ല എന്ന് എനിക്ക് എന്നെ തന്നെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇഗ്നോയുടെ പ്രോസ്പെക്ടസ് ഇതുപോലെ പരതി നോക്കി, ഇതുപോലെ പ്രോസ്പെക്ടസ് എടുത്തു നോക്കി. ഏറ്റവും ടഫുള്ള കോഴ്സ് MSc CFT, മാസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി. ആ കോഴ്സിന് രജിസ്റ്റർ ചെയ്തു. 2 കൊല്ലത്തിൽ ചെയ്യേണ്ട കോഴ്സ് 5 കൊല്ലം കൊണ്ടാണ് ഞാൻ പൂർത്തിയാക്കിയത്. ഓക്കെ, 400-ൽ പരം പ്രാക്ടിക്കൽസ്. സൈക്കോളജി, MA സൈക്കോളജിക്ക് ഫസ്റ്റ് ഇയറിന് 6 പ്രാക്ടിക്കൽ, സെക്കൻഡ് ഇയറിന് 6 പ്രാക്ടിക്കൽ, 1 ഡിസർട്ടേഷൻ. MSc CFTക്ക് 2 ഡിസർട്ടേഷൻ, 3 വൈവാവോസി, 4 മാസം ഇന്റേൺഷിപ്പ്. ടൂൾ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം.
ടൂള് എക്സ്പെരിമെന്റ് മെന്റൽ ഹെൽത്ത് സ്റ്റാറ്റസിന് നമ്മൾ തന്നെ ടൂള് ഡെവലപ്പ് ചെയ്തിട്ട് അത് സൂപ്പർവൈസറിനെ കാണിച്ചു കൊടുത്ത് സൂപ്പർവൈസർ അപ്രൂവൽ തന്ന് അത് ഫീൽഡിൽ പോയി നമ്മൾ ചെയ്യണം. അങ്ങനെ എൻ്റെ ജോലിയോടൊപ്പം ഇതും കൂടി ഞാൻ കൊണ്ടുപോയി 5 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി. ഇതിന്റെ തൊട്ട് മുമ്പിലുള്ള ഒരു 3 വീഡിയോയിലെ മുമ്പില് എൻ്റെ മാർക്ക് ലിസ്റ്റ് ഞാൻ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു തന്നു. 70.25% മാർക്കോട് കൂടിയിട്ട്. അപ്പൊ എനിക്ക് ലെഫ്റ്റ് സെൻസറി സ്ട്രോക്ക് ഉണ്ടോ? ഞാൻ തന്നെ ഉത്തരം പറയാം, ഉണ്ട്. സ്ട്രോക്ക് ഉണ്ട്. കയ്യിൽ ഇപ്പോഴും ഇടത്തെ കയ്യിൽ തരിപ്പുണ്ട് സുഹൃത്തെ, തരിപ്പ് ഇപ്പോഴും ഉണ്ട്. സയൻസ് ഈസ് നെവർ ഫെയിൽ. സയൻസ് നെവർ ഫെയിൽ. സയൻസ് പറഞ്ഞത് ശരിയാണ്. മിഷൻ കൊണ്ട് എൻ്റെ ഓർഗൻ എല്ലാം പരിശോധിച്ച് പറഞ്ഞു, നിനക്ക് ലെഫ്റ്റ് സെൻസറി സ്ട്രോക്ക് ഉണ്ട്, ഉഷാറായിക്കോ എന്ന് എന്നെ പറഞ്ഞു. ഞാൻ നല്ലവണ്ണം ഉഷാറായി. വീണ്ടും അടുത്ത ഒരു പ്രോഗ്രാമില് വടകര റീജിയണൽ സെന്ററിൽ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ പുതിയ ഒരു PG ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയും നല്ല ചങ്ങാത്തമാണ്. 15 സെക്കൻഡ് 30 സെക്കൻഡ് കൂടിപ്പോയി, ക്ഷമിക്കുക. ഇനി 4 പേർക്ക് ഓക്കെ, നിങ്ങളുടെ ഇവാലുവേഷൻ പ്ലീസ്. ബികോം ജിക്ക് ഇന്റേൺഷിപ്പ് ഇല്ല. സർ, എന്റെ പേര് ശ്രീരാജ് എന്നാണ്. ശ്രീരാജ്, ഞാൻ കോഴിക്കോട് നിന്നാണ്. എവിടുന്ന? ഞാൻ പെരിയ SN കോളേജില് അധ്യാപകനാണ്. യുവകേരളം എന്നുള്ള കേരള പ്രൊജക്ടില് അംഗമാണ്. അപ്പോ ഞാനിപ്പോ ചെയ്യുന്ന പ്രൊജക്ട് എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ MTTM ആണ്. അപ്പോ പറഞ്ഞു കേട്ടിട്ടില്ല, എന്നാലും ഞാൻ മൊത്തത്തില് നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പല ആൾക്കാർക്കും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ സാറിനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള, പിന്നെ അതുപോലെ തന്നെ ജീവിതാനുഭവം ഉള്ള സാറിന് നമുക്ക് നല്ലൊരു ലീഡറായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അപ്പോ ഈ ഒരു ചെറിയ സമയത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോ കുറെയൊക്കെ ആൻസർ കിട്ടി. എന്നാലും സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പരിചയപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് തന്നെ വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇഗ്നോയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. താങ്ക് യു. ഇതാണ് പറയാനുള്ളത്. താങ്ക്സ് എ ലോട്ട് ശ്രീരാജ്. താങ്ക് യു. അടുത്ത ഒരാൾ. യെസ്, വന്നോളൂ, സമയമില്ല. ഹലോ, എൻ്റെ പേര് കൃഷ്ണൻ. യെസ്, പറഞ്ഞോളൂ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ശേഷം. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 3 വർഷത്തോളം ഞാൻ ഇവിടെ അടുത്ത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സാർ, അവിടെ കറന്റ് പോയി എന്തെങ്കിലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. അപ്പൊ ഞാൻ +2 ബയോളജി ആയിരുന്നു. ഇപ്പൊ ഞാൻ BCom ആണ് എടുത്തേക്കണത്. കുറച്ച് പ്രത്യേക സാഹചര്യത്തിൽ എടുത്ത് ഇപ്പൊ പഠിക്കാൻ എന്ത് ചെയ്യുന്ന ഒരു പിടി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന വലിയൊരു പ്രതീക്ഷയായിരുന്നു. അപ്പൊ ഒരുപാട് സഹായം ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സാർ ഇങ്ങനെ ഒരു നേതൃത്വം വഹിക്കണേല് വളരെ നന്ദിയുണ്ട്. ഞങ്ങളെ പോലുള്ളവർക്ക് ഒരുപാട് സഹായമായിരിക്കും ഇത്. അത്രയാണ് പറയാനുള്ളത്. ഇപ്പൊ ഇത്ര നേരം സാറും എല്ലാവരും സഹകരിച്ചതിന് എന്റെ പേരിൽ നന്ദി കൂടി ഉണ്ട്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്നിപ്പോ സാധാരണ എനിക്ക് ഷിഫ്റ്റ് നൈറ്റാണ് കിട്ടാറ്. അപ്പൊ ഈ ടൈമിലൊന്നും ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്നിപ്പോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലീവ് എടുത്ത കാരണം എനിക്ക് ചേരാൻ പറ്റി. അത് കോയിൻസിഡൻസ് ആയി പോയി. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാന്നൊരു പിടിയില്ല. ഇപ്പൊ ഗ്രൂപ്പ് കിട്ടിയാലായിരിക്കും എനിക്ക് ചേരാൻ പറ്റാന്ന് തോന്നുന്നു. തീർച്ചയായും നമ്മളുണ്ട് അപ്പോ. താങ്ക് യു. ഓക്കെ, അടുത്ത ഒരാൾ. സാർ, ഞാൻ അർഷിനെയാണ്. ഒന്ന് ഫേസ് തരുന്നതിൽ തെറ്റില്ല. എന്താ സാർ? ഒന്ന് വീഡിയോയിൽ വരൂ പ്ലീസ്.
ഓക്കെ സർ. പറഞ്ഞോളൂ. സാറിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബറാണ് ഞാന്. ഓക്കെ. അപ്പോ സാറിന്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്റ്റഡി സെന്ററിനെ പറ്റി ചോദിച്ചപ്പോൾ സാറ് അവിടുന്ന് പറഞ്ഞു തന്നിട്ട് നവംബറിൽ ക്ലാസ് സ്റ്റാർട്ട് ആവും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അറിഞ്ഞത് ഡിസംബറിലാണ് സ്റ്റാർട്ട് ആവുക എന്ന് പറഞ്ഞിട്ട് സ്റ്റഡി സെന്റർ വടക്കാഞ്ചേരി തന്നെയാണ്, ദാറുൽഹുദ തന്നെയാണ്. പിന്നീട് സാറാണ് ഇതില് നേതൃത്വം വഹിക്കുന്നത് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതിലെല്ലാം ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആൾ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നല്ലൊരു വഴി തന്നെ എത്തിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തീർച്ചയായും. ഓക്കെ, തീർച്ചയായും എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ഒരാൾ. ഹലോ സാർ. പറഞ്ഞോളൂ. സാർ എന്റെ പേര് വീഡിയോയിൽ വന്നാൽ നന്നായിരുന്നു. പറഞ്ഞോളൂ. സാർ ഞാൻ അമീന, ഞാൻ കൊല്ലമാണ്. സാറിന്റെ എഡ്നോട്സിന്റെ സബ്സ്ക്രൈബറാണ്. സാറിന്റെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് 12 വർഷത്തിന് ശേഷം പിന്നെ എനിക്ക് പഠിക്കാൻ തോന്നിയത് സാർ. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. 12 കൊല്ലത്തെ എന്ന് പറയുമ്പോ 24 കൊല്ലത്തെ ജീവിതാനുഭവം ഉണ്ടാവും. 3 കുട്ടികളുണ്ട് സാർ. ഓക്കെ ഓക്കെ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ ഓക്കെ, സാറിന്റെ കുറെ വാക്കുകളാണ് പഠിക്കാൻ പ്രേരിപ്പിച്ചത് സാർ. ഇനി തുടർന്ന് സാറിന്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും തീർച്ചയായും. ഗ്രൂപ്പിലെ നേതൃത്വം വഹിക്കണം, കോ അഡ്മിൻ ആയിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു താങ്ക് യു. അടുത്ത ഒരാൾ. യെസ്, അടുത്ത ഒരാൾ പറഞ്ഞോളൂ. സേതുലക്ഷ്മി. സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ആരാ? ഒന്ന് ഫേസ് തരുമോ? പറഞ്ഞോളൂ. പേര്? ഓക്കെ, കാസർഗോഡ്. ഓക്കെ ഓക്കെ. ഓ, ഞാന് ഞാന് ഡിഗ്രി പഠിച്ചത് ഓക്കെ ഓക്കെ. കുറച്ചും കൂടി നോളജ് ഓക്കെ. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഉപകാരമാണ്. അപ്പോൾ ഗ്രൂപ്പ് തുടങ്ങുന്നത് വളരെ ഉപകാരമാണ്. അപ്പം നല്ല നിലയിൽ കൊണ്ടുപോകണമെന്നുണ്ട്. ഓക്കെ, ഇതില് ഒരു കാര്യം പറഞ്ഞോട്ടെ. സൈക്കോളജി, സോഷ്യൽ വർക്ക്, MSc CFT, MBA, അതുപോലെ തന്നെ MCOM, MA എക്കണോമിക്സ്, ഇവയ്ക്കെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നിർബന്ധമായും ഒരു പേപ്പറും റിസർച്ച് ഒരു പേപ്പറും ഉണ്ട്. റിസർച്ച് ഒരു പേപ്പറുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പറും ഉണ്ട്. ഈ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് സ്വാഭാവികമായും എക്കണോമിക്സിലും MA എക്കണോമിക്സിലും MEdലും MPhilലും MSc കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പിയിലും പഠിച്ചതുകൊണ്ട് ഞാൻ അത്യാവശ്യം ക്ലാസ്സുകൾ ഇതിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് മറ്റൊരു സന്ദർഭത്തിൽ അത് കിട്ടും. അത് ഹൈലി കോൺസെൻട്രേഷൻ പ്രോഗ്രാം ആണ്. അത് ചാപ്റ്റർ വൈസ്, യൂണിറ്റ് വൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് എന്നുള്ളതിന്റെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക. കൊമേഴ്സുകാർക്കും BA സൈക്കോളജിക്കാർക്കും അതുണ്ട്. ഓക്കെ, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു കോമൺ പ്ലാറ്റ്ഫോം BBARLനും ഉണ്ട്.
ഓക്കെ, അത് നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഈ 4-ൽ ഒതുക്കുന്നില്ല. നിങ്ങളുടെ ഊർജവും ആവേശവും കാണുമ്പോൾ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. എന്തായാലും ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ് നിർബന്ധമായിട്ടും കാണിക്കണം. പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. യെസ്, ആരെങ്കിലും സാറേ ഓൺ ജോബിന്റെ ഒരു എന്താണ് ഈ ഓൺ ജോബ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതേ കുറിച്ച് BBR അല്ലേ? അപ്പൊ അതാണ് ഈ കമന്റിൽ ചോദിക്കുന്നത്. തരൂ. സാറേ ഹലോ, ഒന്ന് പറഞ്ഞോളൂ, ഒന്ന് വീഡിയോയിലൊന്ന് വരൂ പ്ലീസ്. സാറേ ഞാൻ പുറത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. BBARL എന്താണ് അറിയേണ്ടത്? അല്ല, BBRL സെക്കൻഡ് ഇയറിൽ ഓൺ ജോബ് ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അറിയുന്നില്ല. തേർഡ് ഇയർ അല്ല, സെക്കൻഡ് ഇയറിൽ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഓൺ ജോബ് ട്രെയിനിങ് വന്നിട്ടുണ്ട്. ഈ ഒരു പരിഷ്കരിച്ച സിലബസിൽ സെക്കൻഡ് ഇയറിലും തന്നിട്ടുണ്ടോ? യെസ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമല്ല, ഏതെങ്കിലും ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷനിൽ പോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യലാണ്. ഓക്കെ സാർ. അത് ഇപ്പോ 2 രീതിയിലാണ് BBARL അഡ്മിഷൻ. 2 രീതിയിലാണ് BBARL അഡ്മിഷൻ. എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നേരിട്ട് സ്റ്റുഡന്റിന് അഡ്മിഷൻ എടുക്കാം. മറ്റൊന്ന് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി സ്ഥാപനങ്ങൾ സ്പോൺസർഷിപ്പിൽ പറഞ്ഞുവിടാം. അങ്ങനെ സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എവിടെയാണ് ഉള്ളത്? അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനം തന്നെയാണ് അവരുടെ ട്രെയിനിങ്. ഓക്കെ സാർ, മനസ്സിലായി സാറേ. പിന്നെ നമുക്ക് ഈ ജനുവരിയിൽ ഞങ്ങൾക്ക് എക്സാം നടത്തുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മാറ്റുണ്ടാവും ഈ എക്സാമിലൊക്കെ? അല്ല, വേറെ കോഴ്സിനൊക്കെ പ്രൊമോഷൻ കിട്ടി, ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയില്ല, ഞങ്ങൾക്ക് എക്സാം ഉണ്ട്. മുബാറക് മാഷിന്റെ വായിലുള്ളത് കേൾക്കണ്ട. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? എക്സാം എഴുതണം എന്നാ. മനസ്സിലായി സാറേ, മനസ്സിലായി. എക്സാം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അതിലെന്തെങ്കിലും മാറ്റം മീൻസ് ജനുവരിയിൽ മാറിയാലും തന്നെ എന്റെ പൊന്നു സുഹൃത്തെ എഴുതൂ. ഓക്കെ സാർ, ഓക്കെ. അതെ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കട്ടെ ഒരു കാര്യം. നമ്മളൊരു വീട് വെക്കുന്നു, നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരമുള്ള ഒരു വീട് അല്ലെ? ഗവൺമെന്റ് ഒരു വീട് തരുന്നു, നമുക്കത് വേണോ? അത് എന്തെങ്കിലുമൊക്കെ അർത്ഥത്തിലായിരിക്കുമല്ലോ. അതേപോലെ താങ്കൾക്ക് ഇഷ്ടമുള്ളതിന് പോയിട്ട് ഓട്ടോ ഷർട്ട് ഇഷ്ടം പോലെ നമുക്ക് ദുൽഖർ സൽമാനെ ഓർത്തിട്ട് നമുക്ക് ഓട്ടോ ഷർട്ട് പോയി വാങ്ങിക്കാം. ഞാൻ ഇപ്പോഴും പുള്ളിക്കുപ്പായം ഇട്ടിട്ടാണ് ഈ വയസ്സാം കാലത്ത് നടക്കുന്നത്. എന്റെ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചോളൂ, ഒക്കെ പുള്ളിയായിരിക്കും. ഞാനൊരു പുള്ളിക്കാരനാ. ഓക്കെ, അപ്പോ പക്ഷെ അതേ നേരത്തെ ആരെങ്കിലും ഒരാൾ തരുന്ന ഒരു ഷർട്ട് എങ്ങനെയായിരിക്കും? നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. അതെ, അത് അത്ര മാത്രമേ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ചിലർക്ക് അത് കംഫർട്ട് ആയിരിക്കും. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, നിങ്ങളുടെ സ്റ്റഡി സെന്ററിനെ നന്നായി മനസ്സിലാക്കി വെക്കുക. സ്റ്റഡി സെന്റർ കോർഡിനേറ്ററുടെ നമ്പർ എങ്ങനെയെങ്കിലുമൊക്കെ കളക്ട് ചെയ്ത് വെക്കുക. അവരോട് വളരെ നല്ല രീതിയിൽ, മുബാറക് മാഷോട് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് പോലെയല്ല, വളരെ നല്ല രീതിയിൽ, കാരണം നമുക്കാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഒരു പ്രത്യേക അപ്രോച്ചോടുകൂടി അക്കാഡമിക് കൗൺസിലേഴ്സിനോടും, എന്ന് പറഞ്ഞാൽ അതിവിധേയത്വം എന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ഇത്തിരി വിധേയത്വത്തോടു കൂടി ഇരുന്നാൽ നമുക്ക് പരമാവധി മാർക്കുകൾ, സ്കോറുകൾ നമുക്ക് വാങ്ങിക്കാം. അതൊരു തന്ത്രമാണ്, ഒരു സ്ട്രാറ്റജിക്കൽ അപ്രോച്ചാണ്. നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ റീജിയണൽ സെന്ററിലേക്ക് കത്തെഴുതുക. ഒപ്പം തന്നെ ഇമെയിൽ അയക്കുക. അതിന്റെ കോപ്പി കയ്യിൽ വയ്ക്കുകയും ചെയ്യുക.
ഓക്കെ. സാറേ അവസാനമായിട്ടൊരു ഡൗട്ട് വെച്ചോട്ടെ സാറേ, നമുക്കിപ്പോ 2020 എക്സാം ഇപ്പൊ കുറെ പേര് എക്സാം രജിസ്റ്റർ ചെയ്തിട്ടില്ല. 2020 ജൂലൈ ബാച്ചിൽ രജിസ്റ്റർ ചെയ്തവർ ഇപ്പൊ ജനുവരിയിൽ 2022 ജനുവരിയിൽ നടക്കുന്ന ചിലൊരു എക്സാമിന്റെ ഫീസ് ഒന്നും അടച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവർക്ക് ഇനി ഈ ഒരു ചാൻസ് ഉണ്ടാവും സാറേ, ഇനി ഓപ്പൺ ആവും എക്സാം ലിങ്ക്? നാളെ ഇഗ്നോ എന്ത് ചെയ്യും എന്ന് ഒരിക്കലും ഇപ്പൊ ഞാൻ ചിന്തിക്കില്ല. ഗസ്സിനെ പറ്റിയും ഞാൻ പറയില്ല. കാരണം ഞാൻ ഇരിക്കുന്നത് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്തിരി മാറിയിട്ടാണ്. ഒരു കോമൺ പ്ലാറ്റ്ഫോമത്തിൽ നിന്ന് ഇത്തിരി മാറിയിട്ട് എനിക്ക് അത്രയും സാമൂഹ്യ ബന്ധങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഒഫീഷ്യൽ ലാംഗ്വേജേ പറയാൻ പറ്റൂ. അതൊരു പ്രൊമോഷന്റെ ഭാഗവുമാണ്. പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ വാക്ക്. പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊമോഷൻ എന്നുള്ളതിന്റെ അർത്ഥം. യഥാർത്ഥ അർത്ഥം അതാണ്. ഞാൻ പ്രോത്സാഹനമാണ് കൊടുക്കുന്നത്, പ്രൊമോട്ട് ചെയ്യിപ്പിക്കുകയാണ്. വിജയിപ്പിക്കുക എന്നുള്ളത് പാസ്സാക്കുക എന്നുള്ളതാണ്. ഇത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു കൈത്താങ് നൽകുക എന്നുള്ളതാണ്. എല്ലാവർക്കും കൈത്താങ് വേണ്ടെങ്കിൽ നമ്മൾ എന്തിനു പോയി ആ സ്ട്രക്ചറിൽ കിടക്കണം? അതാണ് എന്റെ പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. നേരത്തെ സേതു ലക്ഷ്മി വന്നു, പിന്നെ പോയി. പറഞ്ഞോളൂ സേതു. പറഞ്ഞോളൂ. ഇപ്പോഴും മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. സാറില്ല. ഓക്കെ, ചാറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഓക്കെ, അടുത്ത ആൾ. നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ഫേസ് തരൂ. ഒരു കോമൺ വീഡിയോ സെഷൻ ആക്കി നമുക്ക് ഇതിനൊന്ന് മാറ്റാം. ഉള്ളവർ ഒന്ന് വന്നിട്ട് ഒരു ഫേസ് തന്ന് നമുക്ക് ഒരു നന്ദി അറിയിക്കുന്നത് വരെ എല്ലാവരും ഫേസിൽ നിൽക്കണം. ആരാണ് ഒരാൾ? നന്ദാദേവ, റോസ്മേരി ഗൾഫിലുള്ള ആളല്ലേ? ഓക്കെ, ഒന്ന് നന്ദി അറിയിച്ചോളൂ റോസ്മേരി, പങ്കെടുത്ത എല്ലാവർക്കും. യെസ്, ഒന്ന് നന്ദി അറിയിക്കുന്നവരെ ഫേസിൽ ഉണ്ടാവണം എല്ലാവരും. യെസ്, പറഞ്ഞോളൂ. കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ചെയ്യൂ. യെസ് യെസ്. സാറ് പറഞ്ഞതനുസരിച്ച് ലിങ്കിൽ വന്ന ഇത്രയും നേരം സാറ് പറഞ്ഞ ഇൻസ്ട്രക്ഷൻസും ഇൻഫർമേഷൻസും ഒക്കെ കേട്ട എല്ലാവർക്കും നന്ദി. സാറിന് നന്ദി. ആക്ച്വലി സാറിനറിയാം, സാറിന്റെ വീഡിയോസ് വേറൊരു കുട്ടി പറഞ്ഞതുപോലെ സാറിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് തന്നെ. ഞാനും ഒരു 14 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് പഠിക്കാൻ തുടങ്ങാം. ഡിഗ്രി എടുക്കാൻ പോകുന്നത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ സാറിന് തന്നെ തരുവാണ്. പിന്നെ ഞാനും ദാറുൽഹുദ സ്റ്റഡി സെന്ററിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോ അത് പ്രോസസ് അണ്ടർ പ്രോസസ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോഴും അത് ആയിട്ടില്ല, കാര്യം ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് ഇത്രയും ഹെൽപ്പ് ഒക്കെ ചെയ്തിരുന്ന സാറിന് ഭയങ്കരമായിട്ട് നന്ദി പറയുന്നത് ഞാന്. പിന്നെ ഇത്രയും ലേറ്റ് ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഞാൻ ജോലി ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് സർ. മുബാറക് സാർ ഇല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ സാറിന്റെ സബ്സ്ക്രൈബർ കൂടിയാണ്. അങ്ങനെയാണ് ഞാൻ ഇഗ്നോയിൽ കൂടി പഠിക്കാമെന്ന് എനിക്ക് അറിയാൻ പറ്റിയത്.
താങ്ക് യു സോ മച്ച്. നല്ല വാക്കുകൾക്ക് 1000 നന്ദി. പക്ഷെ അത്രയ്ക്ക് ഞാൻ ഒരു മഹത്വം അർഹിക്കുന്നില്ല. കാരണം ഇതെന്റെ ഒരു വോളണ്ടിയർഷിപ്പ്, ഒരു തൊഴിൽ ധർമ്മം എന്നുള്ള നിലക്കാണ് ഞാൻ എൻ്റെ സഹജീവികളുമായിട്ടുള്ള എൻ്റെ ചങ്ങാത്തം. എന്തായാലും 1000 നന്ദി. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, കാരണം എനിക്ക് നിങ്ങളെ വിട്ട് പിരിയാൻ തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആരൊക്കെ പറയണമെന്നുണ്ട് പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. യെസ്, ആർക്കും ഒന്നുമില്ല എങ്കിൽ സ്നേഹപൂർവ്വം നമുക്ക് അവസാനിപ്പിക്കാം. 1000 നന്ദി. ഗ്രൂപ്പിലെ അഡ്മിൻ ആയിട്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഉണ്ടാവണം. 1000 നന്ദി. താങ്ക് യു, താങ്ക് യു. യോഗം അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് താങ്ക് യു സർ. യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. Bye. Okay. Bye.